ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റു പറയാൻ എന്ത് പാട്ടിരിക്കുന്നു? ചെറിയ ചുവടുകൾ എടുത്തു വെക്കുക, വലിയ വിപ്ലവം കാണിക്കാൻ പോകാതെ. മുഖത്ത് പുഞ്ചിരിയില്ലാത്തൊരു വിശ്വാസ പരിശീലകനെ നമുക്ക് വേണ്ട. വരാപ്പുഴ പോലെ ഒരു വലിയ അതിരൂപത, ആ അതിരൂപതയുടെ വിശ്വാസ പരിശീലകരുടെ വാർഷിക സംഗമം നടത്തുമ്പോൾ ഇതിലും കുറച്ചൊരു പരിപാടി ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മ വിശ്വാസ പരിശീലകയായതിൻ്റെ വില ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ പെങ്ങളും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എത്ര വലിയ സാക്രിഫൈസാണ് ഒരു വൈദികന് ഒരു ഇടവകയിൽ ചെയ്യേണ്ടതിനെ ജനത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അൾത്താരയെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കുകയാണ്. അൾത്താരയ്ക്കും ക്ലാസ് മുറിക്കും ഇടയ്ക്കാണ് നിങ്ങളുടെ സ്ഥാനം. മനസ്സിലായോ? ഒരു സന്തോഷമൊക്കെ തോന്നിയില്ല ഇത്രയും കേട്ടപ്പോൾ? നിന്റെ ജീവിതം കൊണ്ട് നീ വിശ്വാസം പ്രഘോഷിച്ചോ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. മറ്റൊരു വിധിയുടെ വാള് നിങ്ങളുടെ മേലുണ്ട് എന്ന് ഓർത്തേക്കണം. വിശ്വാസം അറിവാണോ അനുഭവമാണോ? വിശ്വാസം അറിവാണോ അനുഭവമാണോ? അനുഭവം. എന്നാ ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ്. നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ്. നിങ്ങൾ എത്ര പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചാലും അത് കുട്ടികൾക്ക് കിട്ടില്ല. കാരണം എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് റിലേറ്റീവ്. അനുഭവങ്ങൾ വ്യക്തിപരമാണ്, അറിവാണ് ഒബ്ജക്റ്റീവ്. എനിക്കും നിനക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിവാണ്. യെസ്, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അതിന്റെ മറുപടി എങ്ങനെയാ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മറുപടി എങ്ങനെയാ? അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ചിലരൊക്കെ പറഞ്ഞത് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നായിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പറയുന്നവരുണ്ട്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ പറയും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രണ്ടെപ്പോഴും എന്തിനാ? രണ്ടെപ്പോഴും ആവശ്യമില്ല. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നും എന്നും ഈശോ നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അത് നല്ലതാണ്. അങ്ങനത്തെ എന്തെങ്കിലും ഒരു ശീലമായി പ്രൈസ് ദ ലോർഡെന്നോ അല്ലെങ്കിൽ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്നോ ഒക്കെ സംസാരത്തിൽ കൊണ്ടുവരണം. നിങ്ങൾ മിണ്ടി തുടങ്ങുമ്പോഴേ ഒരാളോട് ആദ്യം എന്ത് പറഞ്ഞേക്കണം? സ്തുതിയായിരിക്കട്ടെ പറഞ്ഞേക്കണം. അത് നല്ല ശീലമാണ്. അതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ പറയട്ടെ, 1-2 നിങ്ങളുടെ ഈ ഭാഗത്തല്ലേ, നമ്മുടെ വരാപ്പുഴ അതിരൂപതയ്ക്ക് അകത്തിരിക്കുന്ന ഒരു ഹൈന്ദവ സ്ഥാപനം, കൊള്ളാവുന്നൊരു സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞേ. വരാപ്പുഴ അതിരൂപതയ്ക്ക് അകത്തിരിക്കുന്ന നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്ഥാപനങ്ങളിൽ കൊള്ളാവുന്നൊരു സ്ഥാപനം. ക്ഷേത്രമല്ല, സ്ഥാപനം. എക്സാക്ട്ലി കറക്റ്റ്. അമല ഹോസ്പിറ്റൽ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അമല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഈ പറയുന്നത്. അറിയാം അല്ലേ? അമൃത ഹോസ്പിറ്റലിലോട്ട് നിങ്ങളെങ്ങാനും ഒരു ഫോൺ ചെയ്താൽ ഇപ്പം സംശയമുള്ളവരെ ഞാൻ പറയുന്നത് എല്ലാവർക്കും വിശ്വാസം വരാൻ വഴിയില്ല. കാരണം നമ്മൾ പെട്ടെന്നൊന്നും വെള്ളം വെക്കാതെ വിഴുങ്ങുന്നവരല്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ഇത് കഴിയുമ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് നേരത്ത് ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ചുമ്മാ വിളിച്ച് നോക്കണം. അമൃത ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അവർ പറയാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ അവരത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞേക്കണം ഇതൊന്ന് ഉറപ്പാക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ, ഫോൺ വെച്ചേക്ക്. അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചേക്കണം. പിന്നെ വേറെ നമുക്കൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ അമൃത ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്താൽ അവരാദ്യം പറയുന്ന കാര്യം ഓം നമ ശിവായ അമൃത ഹോസ്പിറ്റൽ. ഇത് പറഞ്ഞ് അവർ തുടങ്ങത്തുള്ളൂ. അതിനകത്ത് തെറ്റുമെല്ലാം പറയാനുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം അവരുടെ സ്ഥാപനമല്ലേ. അവരുടെ സ്ഥാപനത്തിലോട്ട് ഒരാൾ സഹായം തേടി, സർവീസ് തേടി വിളിച്ചപ്പോൾ അവരുടെ ഫെയ്ത്തിനെ, അവരുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്ന നല്ല കാര്യമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. എൻ്റെ സങ്കടം അതല്ല, നമുക്കും ഉണ്ട് കുറേ സ്ഥാപനങ്ങൾ അല്ലേ? തോന്നിയിട്ടില്ലേ? നമുക്കും ഉണ്ട് കുറേ സ്ഥാപനങ്ങൾ. വരാപ്പുഴ രൂപതയുടെ കൊള്ളാവുന്ന സ്ഥാപനങ്ങൾ പറഞ്ഞു അതൊക്കെയാണ്. എനിക്കെല്ലാം അറിയാമല്ലോ. ലൂർദ് ഹോസ്പിറ്റൽ നമ്മുടെയാണോ? ലൂർദ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ലൂർദ് ഹോസ്പിറ്റലിലേക്ക് അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ അവിടെ റിസപ്ഷനിലെ പെങ്കൊച്ച് ഫോൺ എടുത്തിട്ട് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂർദ് ഹോസ്പിറ്റൽ, ലിസി ഹോസ്പിറ്റൽ അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കിടക്കുന്നു. ഇതിലേതെങ്കിലും ഒരു ആശുപത്രിയിൽ ഫോൺ ചെയ്താൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഫോൺ എടുത്തിട്ട് ആദ്യം പ്രൈസ് ദ ലോർഡ്, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ? ഇല്ല. കാരണം വി പീപ്പിൾ ആർ ടെറിബിളി സെക്കുലറൈസ്ഡ്. എന്തിനാ ഇത്രയും സെക്കുലറൈസ്ഡ് ആകുന്നത്? നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞിട്ടാകരുത്. നമ്മുടെ വിശ്വാസത്തെ ജെന്റിലായിട്ട് ആർക്കൊരു ദ്രോഹമുള്ള കാര്യമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഏറ്റു പറയാൻ എന്ത് പാട്ടിരിക്കുന്നു? നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളെ കണ്ടുപിടിക്കണ്ടേ ആ കാര്യത്തിൽ? ഇസ്ലാം സഹോദരൻ രണ്ടുപേരും തമ്മിൽ കാണുമ്പോൾ എന്താ പറയുന്നത്? അതൊക്കെ കറക്റ്റ് അറിയാം. എന്ത് നിശ്ചയം നോക്കിക്കുക, എന്ത് വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നത്. അതൊക്കെ കറക്റ്റ് അറിയാം. പെട്ടെന്ന് ഉത്തരം വന്നു. നല്ല കാര്യം. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നല്ല കാര്യമല്ലേ? ലോകത്തെവിടെ, അതാണ് അവരുടെ ഗുണം. ലോകത്തെവിടെ അവർ കണ്ടാലും അവരത് പറഞ്ഞേ. ഇനി പറ, വരാപ്പുഴ അതിരൂപതയിലെ വിശ്വാസ പരിശീലകർ പറ, 2 ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ട എന്താ പറയുന്നത്? ഏത് നാട്ടിലെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ? ചുമ്മാ മുമ്പിലിരുന്ന് തള്ളുകയാണ്, വെറുതെ പറയുകയാണ്. നിങ്ങളുള്ള കാര്യം 2 ക്രിസ്ത്യാനികൾ തമ്മിൽ കണ്ടാൽ എന്താ പറയാറുള്ളത്?
എന്താ പറയാറുള്ളത്? സുഖമാണോ? അത് പിന്നെ കുഴപ്പമില്ല, ഉപദ്രവമുള്ള കാര്യമല്ലോ. സുഖമാണെന്ന് ചോദിക്കുന്നത് തെറ്റില്ല. പിന്നെ വേറെ വേറെ പ്രായമുള്ളവരെയൊക്കെ കാണുമ്പോൾ മൂക്കണം നമുക്ക് സ്തുതി കൊടുക്കണമെങ്കിൽ അല്ലേ? പ്രായമുള്ളവരെ കാണുമ്പോൾ സ്തുതിയല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, രണ്ട് ക്രിസ്ത്യാനികൾ തമ്മിൽ കാണുമ്പോൾ, അങ്ങനല്ല, രണ്ട് പേർ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെയാണ് സംസാരം തുടങ്ങുന്നതിൽ ഉറപ്പിക്കാൻ മിക്കവാറും ക്രിസ്ത്യാനികളായിരിക്കും. എങ്ങനെയെന്നറിയാമോ? അറിഞ്ഞായിരുന്നോ? അല്ലേ, അറിഞ്ഞായിരുന്നോ? എന്താ ആരാണ്ടോ കുറ്റമായി? അറിഞ്ഞായിരുന്നോ? കേട്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാണ് സംസാരം തുടങ്ങുന്നതിൽ ഉറപ്പിച്ചോ ക്രിസ്ത്യാനിയായിരിക്കും. ക്രിസ്ത്യാനിയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിശ്വാസ പരിശീലകരെ, നിങ്ങളിപ്പോൾ ചാടിക്കയറി മഹാത്ഭുതങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, ഈ പിള്ളേരെ നിങ്ങൾ ഉടനെ പിടിച്ച് ഒരുക്കി കുളിപ്പിച്ചെടുത്ത് രൂപക്കൂട്ടി കയറ്റി വെച്ചില്ലെങ്കിലും, നിങ്ങൾ തുടങ്ങി വെക്കേണ്ട ഒരു കൊച്ചു കാര്യം, വർത്തമാനം പറയുമ്പോൾ ബിഗിൻ ഈച്ച് കോൺവെർസേഷൻ ഐദർ വിത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഓർ പ്രൈസ് ദി ലോർഡ്. മതി, സിമ്പിൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ആദ്യം ചെറിയ ചുവടുകൾ എടുത്ത് വെക്കുക, വലിയ വിപ്ലവം കാണിക്കാൻ പോകാതെ. ഒരു കയ്യടിയാകല്ലേ, സന്തോഷം. അത്രയൊക്കെ മതി, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമുക്ക് പറ്റുന്ന അപകടം ഉണ്ടല്ലോ, നമ്മൾ ഈ വലിയ കാര്യങ്ങൾക്ക് പോയിട്ട് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ട് കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുക. പിടിച്ചതുമില്ല നിന്നതുമില്ലെന്ന് പറയുന്നതൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സിമ്പിൾ. അതൊരു ചിരിയോടുകൂടിയൊക്കെ ഇടത്തും വളർത്തിരിക്കുന്നവരുടെ മുഖത്തോട് നോക്കിക്കേ. അല്ല, ആദ്യം നോക്ക്. എന്നിട്ട് ചിരി ഒരു ഞാൻ ഈ നിങ്ങൾ കുറേ പേര് കുറേ വൈറലായതാണ്, നിങ്ങൾ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ പോഡ്കാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് എന്നോട് എന്തോ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി, പുഞ്ചിരി വേണമെന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാരനെ വിളിക്കുന്നത് പുഞ്ചിരി അച്ഛനല്ലെന്ന് ചോദിക്കുന്നത്. എൻ്റെ പേരും വീട്ടുകാരൊക്കെ മാറിപ്പോയിട്ടുണ്ട്, പുഞ്ചിരി അച്ഛൻ എന്നൊക്കെ ചിലർ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മതാധ്യാപകന് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി, നിങ്ങളുടെ മോന്തയ്ക്കോട് തോന്നിയാൽ നോക്കുന്നവർക്ക് ചിരിക്കാൻ തോന്നണം. എന്നുവെച്ചാൽ ആക്കി ചിരിക്കാനല്ല, സന്തോഷം തോന്നണം. ശരിക്കും ചിരിക്കാത്തൊരു മതാധ്യാപകൻ, ചിരിക്കാത്തൊരു വിശ്വാസ പരിശീലക ഇന്ന് തിരിച്ചു ചെന്നിട്ട് രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് പോ. എന്തിനാണ്? മുഖത്ത് പുഞ്ചിരിയില്ലാത്തൊരു വിശ്വാസ പരിശീലകനെ നമുക്ക് വേണ്ട. ചിരിക്കാൻ അറിയാത്ത, മുഖത്ത് പുഞ്ചിരിയില്ലാത്തൊരു വിശ്വാസ പരിശീലകനെ കാരണം കുട്ടികൾക്ക് ആശ്വാസം തുടങ്ങേണ്ട അവിടുന്ന്. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ജോയ്. ആനന്ദമാണ് ക്രിസ്ത്യൻ. അതറിയാമോ നിങ്ങൾക്ക്? ഇന്ന് ഈ പ്രാർത്ഥനക്കാരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ബഹളം വെച്ചിട്ട് ആകപ്പാടെ കരച്ചിലിൻ്റെയും കൂവലിൻ്റെയും ഒരു മാർഗമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ കരച്ചിലും കൂവലും വിലാപവും പല്ലുകടിയും നിലവിളിയായിട്ട് മാറിയിട്ടുണ്ട്, നമ്മുടെ ഈ പ്രാർത്ഥനാ രീതികളുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ ഈ കാണുന്ന കുട്ടികൾ വിചാരിക്കുന്നത് ഇത് കണ്ണീരും ബഹളവും മാത്രമേ ഉള്ളൂ, സന്തോഷമൊന്നുമില്ല. ക്രിസ്ത്യാനിറ്റി എവിടെയാണ് നമ്മൾ ജോയിയെ മാർക്കറ്റ് ചെയ്യുന്നത്? ആനന്ദത്തെ മാർക്കറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആനന്ദത്തെക്കുറിച്ച് ആരാ ഇവിടെ പറയുന്നത്? ആരാ പ്രസംഗിക്കുന്നത്? ആനന്ദമില്ല, എല്ലാവർക്കും കരച്ചിലും കൂവലും തന്നെ. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആനന്ദം കൊടുക്കുക. കാണുന്നവർക്കൊരു സന്തോഷം, ഒരു ചിരി, പുഞ്ചിരി കൊടുക്കണം. അപ്പോൾ ഇടത്തും വലതും ഇരിക്കുന്നവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രയലാണ്, വർക്ക്ഷോപ്പാണ്. ശരിക്കും ഞാൻ ഈ ചെറിയ ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് എൻ്റെ കംഫർട്ട് സോൺ. ഞാൻ ഈ അച്ഛൻ പറഞ്ഞ കണക്ക് വിദേശത്തൊക്കെ ഇപ്പോൾ കാനഡയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ചെയ്തത് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് കൂടുതലും. ഈ ട്രഡീഷണൽ കൈൻഡ് ഓഫ് റിട്രീറ്റ്സിൻ്റെ ഒക്കെ കാലം കഴിയാറായി. ഇനി ചെറിയ ഗ്രൂപ്പുകൾ ഒരുമിച്ച് വന്നിരുന്ന് നമ്മൾ വർക്ക്ഷോപ്പുകൾ നടത്തണം. ക്രിസ്ത്യൻ വർക്ക്ഷോപ്പുകൾ ആവശ്യമുണ്ട്. നമുക്ക് മെത്തഡോളജി മാറ്റണം. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്ന മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഒന്ന്, നമ്മുടെയൊക്കെ പേശികളുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഈ മസിൽസ് ചിരിക്കാതെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കോണം, ഇപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ പറയും, പലരും ചിരിക്കുന്ന കണ്ടാൽ കൊഞ്ഞനം കുത്തുന്ന പോലെ ഇരിക്കും. കാരണം ശീലമില്ല. അപ്പോൾ ശീലമില്ലാത്ത ഈ പരിപാടി മോന്ത കൊണ്ട് കാണിക്കാൻ പോയ ഒരുമാതിരി ഒരു കോപ്രായം കാണിക്കുന്നതൊക്കെ ആയി പോകും. പക്ഷേ സാരമില്ല, അയട്ടെ, മസിൽസൊക്കെ ഒന്ന് അയട്ടെ, ഒന്ന് ചിരിച്ച്. അപ്പോൾ നിങ്ങൾ ഇടത്തും വലതും ഇരിക്കുന്നവരെ നോക്കിയിട്ട് കരങ്ങൾ കൂപ്പി പുഞ്ചിരിയോടെ, തികഞ്ഞ പുഞ്ചിരിയോടെ പറയണം എന്ത്? ഈശോ മിശിഹായ്ക്ക്. ആ ഇടത്തും വലതും പറഞ്ഞേ നോക്കട്ടെ. യെസ്, സുഖമാണല്ലോ അല്ലേ? നിങ്ങൾ ഓർത്തേക്കരുത്, ഈ ക്ലാസ് ഇങ്ങനെ ഞാൻ തുടങ്ങിയത് കൊണ്ട് ഇതൊരു കംപ്ലീറ്റ് സ്ട്രെസ് ബസ്റ്റർ ക്ലാസ് ആണെന്ന് വിചാരിച്ചേക്കരുത്. ചിലപ്പോൾ നമുക്ക് അങ്ങനെയാണ്, നമുക്ക് അതൊക്കെയാണ് ഇഷ്ടമായത്. ഉള്ള ഇത് ഇപ്പോൾ കുറച്ച് പേര് ഇപ്പം എൻ്റെ വിധിവാക്യം എഴുതി കഴിഞ്ഞു, കൊള്ളാം. ആദ്യം കുറച്ച് പേര് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കരുത് എങ്ങനെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. ഇന്നിനി നമുക്ക് ഉച്ചവരെ ചിരിച്ചുകൊണ്ടിരിക്കാം. ഉച്ചവരെ ചിരിക്കാനൊന്നും പറ്റുകയില്ല. നമുക്ക് കണ്ടന്റ് വേണം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാം. ഇത്രയും പേര്, ഞാൻ അച്ഛനെ കണ്ടപ്പോൾ, അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ കൂടുള്ള പരിചയമുള്ളൂ. അച്ഛൻ പല ആവർത്തി ഒത്തിരി നേരത്തെ അച്ഛൻ വിളിച്ച് പറഞ്ഞത് കേട്ടോ. അച്ഛനെ ഞാൻ പ്രത്യേകം വളരെ നേരത്തെ അച്ഛൻ ഈ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. ഞാൻ ഈ ഡേറ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ പോലെ. അപ്പോൾ അത് ഞാനത് ചെയ്തു. പക്ഷെ അച്ഛനിങ്ങനെ പിന്നെ കണ്ടിന്യൂസ്, എനിക്ക് തോന്നുന്നു അച്ഛന് നല്ല മുൻപെങ്കോ ഒരു പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് അച്ഛൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ആന്തരിക മുറിവുള്ള മനുഷ്യനാണ് ഈ മേഖലയിൽ. കാരണം ഇതിനു മുമ്പ് എപ്പോഴോ ഇതുപോലത്തെ ഒരു വലിയ പരിപാടി വെച്ചിട്ട് ആരെയോ ബുക്ക് ചെയ്തിട്ട് അവർ സമയമായപ്പോൾ അച്ഛനെ വലിപ്പിച്ചിട്ടുണ്ട്, അച്ഛനോടൊരു പണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുറിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛനപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ജീസൻ അച്ഛാ, അപ്പോൾ ആ ഡേറ്റ് ഒക്കെ ഒന്നുകൂടെ ഓർപ്പിച്ചാൽ ഇന്ന ദിവസമാണ് അച്ഛൻ വരുമല്ലോ അല്ലേ.
അപ്പോൾ ഈ മിനിഞ്ഞാന്നും കൂടെ എങ്ങാണ്ട് പിന്നെ ഒരു മെസ്സേജ്, അച്ഛാ വരുമല്ലോ അല്ലേ, വരുമോ അച്ഛാ. അപ്പോൾ അച്ഛനത് കൃത്യമായിട്ട് പറഞ്ഞു ഒരുക്കി. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ അച്ഛനോട് ഞാൻ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് തന്നെ അറിഞ്ഞ ആദ്യത്തെ വാക്ക്, അച്ഛാ സച്ച് ആൻ എലഗൻറ്റ് പ്രോഗ്രാം എന്നാണ്. വളരെ എലഗൻ്റ് ആയിട്ടുണ്ട്. അതായത് ശരിക്കും നമുക്കിങ്ങനെ ചെയ്യണം. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഈ പന്തലും നാട്ടി പടുതയും വലിച്ചു കെട്ടി മഴ പെയ്യുമ്പോൾ കുത്തി ഒലിച്ച് ചോർന്നൊലിച്ച് കുടയും പിടിച്ച് അതിനകത്തിരുന്ന് ആകെപ്പാട് ദാരിദ്ര്യം നടത്തേണ്ടതല്ല. ഇത് നല്ലതാണ്, ഇങ്ങനെ വേണം. ഒരു ക്വാളിറ്റി വേണ്ടേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്? നമ്മൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നില്ലേ? നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി ചെയ്യുന്നില്ലേ? അപ്പോൾ ഇങ്ങനെ വരാപ്പുഴ പോലെ ഒരു വലിയ അതിരൂപത, ആ അതിരൂപതയുടെ വിശ്വാസ പരിശീലകരുടെ വാർഷിക സംഗമം നടത്തുമ്പോൾ ഇതിലും കുറച്ചൊരു പരിപാടി ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്തത് കാരണം ഒറ്റ ഹോളിൽ ഇത്ര രസമായിട്ട്. അപ്പോൾ അവിടെ ഒരു പയ്യൻ നിൽപ്പുണ്ട്, അതാ ഷാരോൺ എന്നാണ് പറയുന്നത്. ആ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പേര് ഷാരോണാണ്. നിങ്ങൾ ഫീഡ് മൈ ഷീപ്പ് കാണുന്നവർക്കറിയാം, ഫീഡ് മൈ ഷീപ്പിൻ്റെ സ്ഥിരം ആളുകൾക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന വാക്കാണ് ഷാരോൺ. ഷാരോണാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്നത്, എൻ്റെ വീഡിയോസ് മുഴുവൻ എഡിറ്റ് ചെയ്യുന്ന, എല്ലാം കുത്തിയിരുന്ന് പണിയെടുക്കുന്ന ആ പറഞ്ഞ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഷാരോൺ ഇതാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ ഈ ഒരുക്കവും പരിപാടിയും ഒരു കൈയടി അവന് കിട്ടിക്കോട്ടെ. അവന് ഷാരോൺ ഇന്ന് എനിക്ക് ചെലവ് ചെയ്യും. ഇത്രയും കാര്യമായിട്ട് ഇത്രയും പേരുടെ കയ്യടി അവന് കിട്ടുന്ന ഒരു വർഷം ഇങ്ങനെ ആദ്യമായിട്ട്. അപ്പോൾ അച്ഛൻ്റെ ഈ പോസ്റ്റർ വർക്കും ഈ കൺവെൻഷൻ സെൻ്ററിലുള്ള, അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നതെല്ലാം പള്ളിയുടെ പാരിഷ് ഹോളിൽ അല്ലെങ്കിൽ പള്ളിമുറ്റത്തൊരു പന്തൽ കെട്ടി സൺഡേ സ്കൂൾ അധ്യാപകരുടെ സംഗമമാണ്. അപ്പോൾ ഈ കൺവെൻഷൻ സെൻ്ററിലൊക്കെ ആണെന്ന് പറഞ്ഞ് പോസ്റ്റർ കണ്ടപ്പോഴേ ഇവൻ ചാലക്കുടിക്കാരൻ, ഞാൻ പറഞ്ഞു, എടാ നീ ഒന്ന് വരണം, ചിലപ്പോൾ നല്ല കുറേ മനുഷ്യരെ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ അവരുടെയൊക്കെ മുഖം ഒന്ന് ഒപ്പിയെടുക്കണം. അതുകൊണ്ട് ഞാൻ രാവിലെ ചാനാശ്ശേരിയിൽ നിന്ന് വന്നു, അവൻ രാവിലെ ചാലക്കുടിയിൽ നിന്ന് വന്ന്, അവനപ്പോൾ ക്യാമറയും കൊണ്ടിരിക്കുന്നത്, അവൻ നിങ്ങളുടെയൊക്കെ മുഖം ഒപ്പിയെടുക്കും. കാരണം ഇത്രയും വിശ്വാസ പരിശീലകർ, ഇത്രയും കാര്യമായിട്ട് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങളെ ഞങ്ങൾക്ക് മറ്റു സഭ മുഴുവനും അത് പ്രചോദനമാണ്. അതിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നേ, എവിടെ പറഞ്ഞപ്പോഴും ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോയേ? ചുമ്മാ തുറച്ചു നോക്കി ഇരിക്കുകയാണോ എന്നെ? ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇടുത്തി പോലെ ചോദ്യമൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ചുമ്മാ തുറച്ചു നോക്കിയിരിക്കരുത്. കേട്ടിരുന്നോ. ഞാൻ നിങ്ങളെ മാനിക്കുന്നു, അഭിനന്ദിക്കുന്നു. സൺഡേ സ്കൂളിൽ വിപിനച്ഛൻ പാട്ട് തുടങ്ങിയപ്പോഴേ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷ വലുതാണ് അല്ലേ, നിങ്ങളുടെ ശുശ്രൂഷ വലുതാണ്. വിപിനച്ഛൻ പറഞ്ഞത് വിപിനച്ഛൻ്റെ ദൈവവിളിയിൽ 2 അധ്യാപകരുടെ പേര് പറഞ്ഞു. ആരുടെയൊക്കെ പേരാ പറഞ്ഞേ? ശൗര്യാർ സാറും ആൻ്റണി സാറും അല്ലേ, 2 പേര്. ഇതൊക്കെ എല്ലാം ക്വിസാണ്, എല്ലാം ചോദിക്കും, വീണ്ടും പഠിച്ചിരുന്നോണം, ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോൾ അവർ 2 പേരുമാണ് അതിന് അച്ഛനെ ദൈവവിളിക്ക് ഒരുക്കിയതെന്നൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്ക് മതാധ്യാപകരുള്ള ഏറ്റവും വലിയ ബന്ധം എന്നറിയാമോ? എൻ്റെ അമ്മ 25 വർഷം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതാണ് എൻ്റെ അമ്മ. അപ്പോൾ എനിക്കറിയാം, ഞാനിതിൻ്റെ വില കണ്ടിട്ടുണ്ട്. എന്താണ് കാരണം, എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പനും അമ്മയും ഒരു ഇളയ പെങ്ങളുമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ചെറിയ കുടുംബമായിരുന്നു. എന്നേക്കാൾ ഒരു 6 വയസ്സ് ഇളയ പെങ്ങള്, എൻ്റെ അമ്മ. അപ്പൻ ആർമിയിലാണ്. അപ്പോൾ അമ്മയാണ് എന്നെയും പെങ്ങളെയും വളർത്തിയത്. അപ്പം ഞായറാഴ്ച ഒരു ദിവസമാണ് വീട്ടിൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വല്ലതുമൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് വെച്ചുണ്ടാക്കി തരാൻ പറ്റുന്നത്. പക്ഷേ ഞായറാഴ്ച രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ടങ്ങ് പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത്, ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതക്കാരനാണ്, അവിടെ സൺഡേ സ്കൂൾ കുറച്ചുകൂടെ കട്ടിയാണ്, നിങ്ങളുടേത് നല്ലതാണ്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞങ്ങളന്ന് അനുഭവിച്ചത് 9 മണിക്ക് പള്ളിയിൽ കയറി. 9 മണിക്ക് പള്ളിയിൽ കയറിയ 9 തൊട്ട് 9:30 വരെ പാട്ട് പരിശീലനം, 9 തൊട്ട് 9:15 വരെ, 9:15 തൊട്ട് 9:30 വരെ സപ്ര നമസ്കാരം, പ്രഭാത നമസ്കാരം, 9:30 തൊട്ട് 9:45 വരെ കുർബാനയ്ക്കുള്ള ഒരുക്ക ധ്യാനം, ഒന്ന് ധ്യാനിപ്പിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ഒരുക്കിയിട്ടാണ് 9:45 കുർബാന തുടങ്ങിയ കുർബാന തീരുമ്പോൾ 9:45 തുടങ്ങിയ 11:15 ആവും. 11:15 അസംബ്ലി, 11:30 അസംബ്ലി കഴിഞ്ഞാൽ 11:30 തൊട്ട് 1 മണി വരെ ക്ലാസ്. 1 മണിക്ക് ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല, കാരണം അമ്മ സൺഡേ സ്കൂൾ ടീച്ചറാണ്, സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോസ്റ്റായിട്ടിരിക്കണം, ഞാനും പെങ്ങളും അവിടെ പോസ്റ്റായിട്ടിരിക്കണം. 1 മണിക്ക് സ്റ്റാഫ് മീറ്റിംഗ് കഴിഞ്ഞാൽ സ്റ്റാഫ് മീറ്റിംഗ് 1:45 2 മണിയാകും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക്, നടന്നു വരുന്ന വഴിക്ക് മിക്ക വീട്ടിൽ നിന്നും ഈ ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മസാലയുടെ മണം വരും. ഞങ്ങളുടെ വീട്ടിൽ ഒരു കുന്തോ ഇല്ല, രാവിലെ പോകുന്നതാ, രാവിലെ എല്ലാവരും കൂടെ ഒരുങ്ങി പോകുന്നതാ, ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ച പച്ചക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സറിഞ്ഞാണ് പറഞ്ഞത്, ഞാനിതിൻ്റെ വില കൊടുത്തിട്ടുള്ള ആളാണ്. എൻ്റെ അമ്മ വിശ്വാസ പരിശീലകയായതിൻ്റെ വില ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ പെങ്ങളും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എത്ര വലിയ സാക്രിഫൈസാണ്. ശരിക്കും നിങ്ങൾക്ക് ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നൊരു ദിവസമാണ് വീക്കെൻഡ്. ആ വീക്കെൻഡിൻ്റെ ഒരു ഞായറാഴ്ച ദിവസത്തിൻ്റെ നല്ല പകുതി നിങ്ങൾ സഭയ്ക്ക് വേണ്ടി കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ശുശ്രൂഷ വലുതാണ് കേട്ടോ. ആരെക്കാളും പുറകിലല്ല നിങ്ങൾ, വലിയ ശുശ്രൂഷയാണ് നിങ്ങൾ സഭയിൽ ചെയ്യുന്നത്. ഒരു വൈദികന് ഒരു ഇടവകയിൽ ചെയ്യേണ്ടതിനെ ജനത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അൾത്താരയെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കുകയാണ്. അൾത്താരയ്ക്കും ക്ലാസ് മുറിക്കും ഇടയ്ക്കാണ് നിങ്ങളുടെ സ്ഥാനം. അൾത്താരയിൽ നിന്ന് ആരംഭിക്കുന്ന കൃപയുടെ ഒഴുക്ക് ക്ലാസ് മുറികളിലേക്ക് എത്തിക്കുന്ന നീർപ്രവാഹങ്ങളാണ് ഓരോ മതാധ്യാപകൻ, മതാധ്യാപിക എന്നോർത്തേക്കണം. മനസ്സിലായോ?
ഒരു സന്തോഷമൊക്കെ തോന്നിയില്ല ഇത്രയും കേട്ടപ്പോൾ? ഞാൻ കൂടെ അതിനോട് ചേർത്ത് പൊക്കിയൊക്കെ പറഞ്ഞില്ലേ ഇത്ര നല്ലതായിട്ട്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് ശ്രദ്ധിച്ചിരിക്കണം. പൊക്കി പറഞ്ഞതൊക്കെ പലരും പൊക്കി പറയും, ഇത് ശ്രദ്ധിച്ചിരുന്നോണം. മറ്റു മനുഷ്യരില്ലേ, ഇടവകയിലെ മറ്റു മനുഷ്യർ, നിങ്ങളുടെ ജീവിത പങ്കാളിയോ അയൽപക്കക്കാരോ മറ്റിടവക അംഗങ്ങളില്ലേ, ഇനി ശ്രദ്ധിച്ചിരിക്കണം. അവരെ വിധിക്കുന്ന അളവ് കൊണ്ടാകില്ല കർത്താവ് നിങ്ങളെ വിധിക്കാൻ പോകും. അവരെ വിധിക്കുന്ന അളവ് കൊണ്ടാകില്ല കർത്താവ് നിങ്ങളെ വിധിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് വേറെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും. എൻ്റെ മക്കളെ എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നീ എന്താണ് ചെയ്തത്? നീ ആ പുസ്തകം തിരിച്ചും മറിച്ചും 2 പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചിട്ട് എല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയായിരുന്നോ? അതോ അതിനുവേണ്ടി ഒരുങ്ങി ഏറ്റവും ഭംഗിയായി കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുത്തോ? നിന്റെ ജീവിതം കൊണ്ട് നീ വിശ്വാസം പ്രഘോഷിച്ചോ? ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട്. മറ്റൊരു വിധിയുടെ വാള് നിങ്ങളുടെ മേലുണ്ട് എന്നോർത്തേക്കണം. ഇപ്പൊ കുറച്ചുപേര് ചിന്തിക്കും, ഞാൻ നിർത്തിയച്ചു, എനിക്ക് വയ്യ, ആ വാളിന്റെ കീഴെ നിന്നുകൊണ്ട് ഈ പണി ചെയ്യാനൊന്നും വിചാരിച്ച് നിർബന്ധിച്ചുകൊണ്ട് ഈ പണി ചെയ്തതാണ്. ആർക്കായിരുന്നു ഇവിടെ അത്ര അത്യാവശ്യം? നിങ്ങൾ പേടിക്കരുത്. നിങ്ങളെക്കാൾ വലിപ്പവും മൂർച്ചയുമുള്ള വാള്, സന്തോഷം വരുന്നുണ്ടോ? നിങ്ങളെക്കാൾ വലിപ്പവും മൂർച്ചയുമുള്ള വാള് ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കറിയാവോ അച്ഛന്മാരെ കുറിച്ച്, പുരോഹിതരെ കുറിച്ച് ബൈബിളിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിധി എന്താണെന്ന്? ഞങ്ങൾക്കെതിരെയാണ് കേട്ടോ ബൈബിളിൽ ഏറ്റവും വലിയ വിധി കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അത് ഞങ്ങളുടെ ആശ്വാസം. ഞങ്ങൾക്കെതിരെയാണ് ബൈബിളിൽ ഏറ്റവും വലിയ വിധിവാക്യം കിടക്കുന്നത്, പുരോഹിതർക്കെതിരെ. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നോക്കട്ടെ, ഏത് ഇടവകയിൽ ഏത് ടീച്ചറോ അധ്യാപകനോ പറയുമെന്ന് നോക്കട്ടെ, എഴുന്നേറ്റ് എന്ന് പറയാം. പുരോഹിതർക്കെതിരെ ഒരു വിധി കിടപ്പുണ്ട് ബൈബിളിൽ. ഇങ്ങനെയാണ് ആ വാക്യം: പുരോഹിത, നിനക്കെതിരായിട്ടാണ് എൻ്റെ വിധി. പുരോഹിത, നിനക്കെതിരായിട്ടാണ് എൻ്റെ വിധി. ആർക്ക് പറയാം? ട്രൈ എ ഗസ് വർക്ക്. തെറ്റിപ്പോന്നേ പോട്ടെ. ബൈബിൾ എടുത്ത് തപ്പാൻ പോവാണോ നിങ്ങൾ? അതൊന്നും കിട്ടാൻ പോകുന്നില്ല. 73 പുസ്തകം അത് എപ്പോൾ തപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും അവിടെ ഒരാൾ കൈപൊക്കി, അമ്മേ നല്ല കാര്യം, കൈപൊക്കി, എഴുന്നേറ്റ് വന്നു, നല്ല കാര്യം ടീച്ചർ. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അയ്യോ, അത് നിങ്ങളോട് പറയുന്നല്ലേ ഇടയ്ക്ക് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങളോട് പറയുക ദൈവം, നിനക്കെതിരായിട്ടാണ് എൻ്റെ വിധി. എന്താ അത്? ബാക്കി പൂരിപ്പിക്കേ വിധി. ബാക്കി ഞാൻ പോയി കണ്ടുപിടിക്കണമായിരിക്കും അല്ലേ? അതാണ്. പുരോഹിത, നിനക്കെതിരായിട്ടാണ് എൻ്റെ വിധി. ഇരുന്നു, സാരമില്ല, അത്രയൊക്കെ പറഞ്ഞില്ലേ? ഒരു കൈയടി കൊടുക്കുക ആൾക്ക്, അത്രയൊക്കെ ആൾ പറഞ്ഞില്ലേ? പുരോഹിത, നിനക്കെതിരായിട്ടാണ് എൻ്റെ വിധി. നീ എൻ്റെ ജനത്തെ പഠിപ്പിച്ചില്ല. എനിക്ക് നല്ല ഉറപ്പാണ്, കേരള സഭയിലെ ഒട്ടനവധി ഞങ്ങൾ പുരോഹിത സഹോദരങ്ങൾക്ക് മേൽ വീഴാൻ പോകുന്ന കർത്താവിൻ്റെ വിധിയാണത്. നീ എൻ്റെ ജനത്തെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് ജനം പൊട്ടക്കിണറുകൾ തേടിപ്പോയി, അവരുടെ ദാഹം മാറുന്നുമില്ല. അതുകൊണ്ട് പ്രബോധനം നമ്മുടെ നിയോഗമാണ്. പഠിപ്പിക്കണം, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. ഇസ് ക്ലിയർ? ഇത്രയൊക്കെ ഞാൻ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാണ് കേട്ടോ, തുടങ്ങിയിട്ടില്ല. മെല്ലെ ഇങ്ങനെ പണി തുടങ്ങി വരുന്നേ ഉള്ളൂ. റെഡിയാണോ? കൂട്ടായോ എന്നോട്? ഓക്കെ ആണോ? ഞാൻ ഉപദ്രവകാരി അല്ലെന്ന് മനസ്സിലായില്ലേ? ഉപദ്രവകാരി അല്ല. കണ്ട അല്പം ഭീകരനെ പോലൊക്കെ തോന്നുമെങ്കിലും ഉപദ്രവകാരി അല്ല. നമുക്കൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. കുറച്ച് നേരെ നമുക്ക് സമയമുള്ളൂ. ഉള്ള സമയത്ത് പ്രാർത്ഥിച്ചും പഠിച്ചുമൊക്കെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒരു നല്ല പാട്ടുണ്ട്, നമ്മുടെ ഗായക സംഘം നിങ്ങൾക്ക് വേണ്ടി ഇത് പാടിത്തരും. നിങ്ങൾക്കറിയാം ആ പാട്ട്, പരിശുദ്ധ ആത്മാവേ, പരിശുദ്ധ ആത്മാവേ. ബാക്കി ആർക്ക് പൂരിപ്പിക്കാം? പരിശുദ്ധാത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ലെങ്കിൽ നല്ലത്, ഒരു പുതിയ പാട്ട് ഇതിന്റെ ഓർമ്മയായിട്ട് കൊണ്ടുപോകാമല്ലോ. പറഞ്ഞേ, അതെങ്ങനെയാന്ന് പറഞ്ഞേ. പരിശുദ്ധ ആത്മാവേ, അളവില്ലാതെ എന്നിൽ നിറയണമേ. അടുത്തത്, പരിശുദ്ധ ആത്മാവേ, അധികമായി എന്നിൽ നിറയണം. കിട്ടിയോ? പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയുകയാണ്. പക്ഷേ പെന്തക്കോസ്ത അച്ഛൻ വിൻസെന്റ് പറഞ്ഞ പോലെ പെന്തക്കോസ്ത ഒരുക്ക കാലമാണിത്. പെന്തക്കോസ്തായിലേക്ക് ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ കൂടെ. അപ്പോൾ പെന്തക്കോസ്തായുടെ സമയത്ത് ഈ ജനം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പരിശുദ്ധാത്മാവെ അളവില്ലാതെ. അതിന്റെ ബിബ്ലിക്കൽ റെഫറൻസ് ആർക്കെങ്കിലും പറയാമോ? ബൈബിളിൽ എവിടെയുണ്ട് അങ്ങനെ ഒരു വാക്ക്? ആ വാക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? പരിശുദ്ധാത്മാവേ അളവില്ലാതെ എന്നിൽ നിറയണമേ. ആർക്ക് പറയാം? കിട്ടുന്നവർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞോളൂ. ഇടവകയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഇടവകയ്ക്ക് അഭിമാനം ഉണ്ടാകട്ടെ. സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർത്ത്
അളവില്ലാതെ എന്നിൽ ആ പാട്ട് എഴുതിയ ആള് ആ വാക്ക് എവിടെ നിന്നായിരിക്കും എടുത്തത്? ബിബ്ലിക്കലാണ്, ബൈബിളിലുണ്ട്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ. നല്ല കാര്യം, എഴുന്നേറ്റ് നിൽക്കും. ഏതാ ടീച്ചർ? ഇടവക അഭിമാനിക്കട്ടെ. ഇടവക ഏതാ? സെയിന്റ് ഫിലോമിന. എവിടെ? പൂനമാവ്. സെയിന്റ് ഫിലോമിന. ഓ, നിങ്ങളെ യൂണിയൻ ആണല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട്. നല്ല കാര്യം, ഡ്രസ്സ് ഉള്ളത് കൊണ്ട് ഒരേ ഇടവകയെ മനസ്സിലാക്കും. ഞാൻ അളന്നല്ല ആത്മാവിനെ നൽകുന്നത്, വിത്തൗട്ട് മെഷർ. അളന്നല്ല ആത്മാവിനെ. പ്യൂർലി ബിബ്ലിക്കലാണ്. നിങ്ങൾ ഈ പാട്ടുകൾ, നിങ്ങളെങ്കിലുമൊക്കെ ജനം ഒരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഒരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ എടുത്ത് പാടുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തണം ആ പാട്ടിലെ വരികൾക്കും അർത്ഥത്തിനും വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമാണെന്ന് ഉറപ്പുവരുത്തണം. ചുമ്മാ ഓരോ ദപ്പാങ്കൂത്ത് പാട്ടുകളുടെ പുറകെ പോകരുത്. ഇത് കറക്റ്റാണ്. പരിശുദ്ധാത്മാവ് ഇത് എഴുതിയത് നമ്മൾ കത്തോലിക്കരല്ല. അതിന്റെ ഗുണം അത്. ഉള്ള കാര്യം പറയണം. നമ്മൾ നല്ലത് കണ്ട നല്ലത് പറയണ്ട. ഇത് പെന്തക്കോസ്തുകാരുടെ പാട്ടാണ് കേട്ടോ. ഈ പറയുന്ന പാട്ട് പെന്തക്കോസ്തുകാരുടെ പാട്ട്. അതിന്റെ പേരിൽ ഇപ്പം സങ്കടപ്പെടുവൊന്നും വേണ്ട. അയ്യോ പെന്തക്കോസ്തുകാരുടെ പാട്ട്. ഒരു കാലത്ത് പരിശുദ്ധാത്മാവ് ഇതിനകത്തായിരുന്നു. നമ്മൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ, തിരുനാമ കീർത്തനം, പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ, അതൊക്കെ ഉണ്ടായത് നമ്മളിലാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പാട്ടുകൾ ഏതുകൊണ്ട് നിങ്ങളുടെ വരികൾ ഓർത്തിരിക്കാൻ പറ്റുന്ന പാട്ടുകൾ, അതുകൊണ്ട് അവർ നല്ല പാട്ടുകൾ ബിബ്ലിക്കലായിട്ട് എഴുതുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവേ അളവില്ലാതെ എന്നിൽ നിറയണമേ. അടുത്തത് പരിശുദ്ധാത്മാവേ അധികമായി. ബൈബിളിൽ എവിടെയാ? വേഗം പറ. ആ വാക്യം ഏതാന്ന് പറഞ്ഞാൽ മതി. അധികമായി. ആ വാക്ക് ഈ പാട്ട് എഴുതിയ ആൾക്ക് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അധികമായി എന്നിൽ നിറയണമേ. എവിടെ നിന്നായിരിക്കും കിട്ടിയത്? എഴുന്നേറ്റ് നിന്ന്. ഇപ്പൊ കൂനമാവുകാർ സ്കോർ ചെയ്തു. 1-0 കൂനമാവ് ലീഡ് ചെയ്യുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാപ്പുഴ അതിരൂപത്തിൽ ഇത്ര ഇടവകയുള്ളതാണ്, ഇടവകയിൽ ഉള്ളതിൽ കൊള്ളാവുന്നതാണ് ഈ വന്നിരിക്കുന്നത്. അധികമായാണ്. കൂനമാവ് പിന്നെയും കൊണ്ടുപോകാൻ തോന്നുന്നു കേട്ടോ. പറ. പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അധികമായി. അപ്പോ നിങ്ങൾ കുട്ടികളെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വിതൗട്ട് മെഷർ ആൻഡ് മച്ച് മോർ. ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത്, ഓ ലോർഡ് സെൻഡ് യുവർ ഹോളി സ്പിരിറ്റ് വിതൗട്ട് മെഷർ ആൻഡ് മച്ച് മോർ. ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിനെ അളവില്ലാതെയും അധികമായും ഞങ്ങളിലേക്ക് അയക്കണമേ. ശരിക്കും നിങ്ങളത് ഒരുങ്ങണം കേട്ടോ. ഒരു വശത്ത് പുസ്തകം വായിച്ചും ടെക്സ്റ്റ് ബുക്ക് നോക്കിയും ഒക്കെ ഒരുങ്ങിയാൽ പോരാ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് വിശ്വാസ പരിശീലനം. അത് ഓർത്തേക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് വിശ്വാസ പരിശീലനം. ഇരിക്കുന്നിടത്ത് നിവർന്നിരുന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് പഠിച്ച് പാടാം. പരിശുദ്ധ ആത്മാവേ അളവില്ലാതെ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. റൂഹായെ അയക്കണമേ. മുട്ടോളം പോരായേ, അരയോളവും പോരെ അപ്പാ. റൂഹായെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് അയക്കണമേ. നിങ്ങളുടെ നോട്ട്ബുക്ക് ഉണ്ടോ? കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതോ നിങ്ങളുടെ ഇഷ്ടത്താലെ കൊണ്ടുവന്നതാണോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പോഴും നോക്കട്ടെ, പറഞ്ഞതനുസരിച്ച് എത്ര പേരുണ്ടോ നോക്കട്ടെ. കൊണ്ടുവന്നിട്ടുള്ളൊരു കൈ നോക്കിക്കേ. നോട്ട്ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഈ രൂപതയോട് അസൂയ തോന്നുന്നു കേട്ടോ. ഇത്രയും നല്ല വിശ്വാസ പരിശീലകരെ കിട്ടിയ രൂപതയോ? ഇത്രയും നല്ല കാര്യം. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്താ ടീച്ചറെ? ടീച്ചർ ഫ്രണ്ടിൽ വന്ന് ഇരുന്നും പോയി. കർത്താവ്, ഇതിങ്ങനെ. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ പേരെന്താ? ലയോ ദ 14th അല്ലേ? ലയോ 14 മാർപ്പാപ്പ. തൊട്ടു മുമ്പത്തെ മാർപ്പാപ്പയുടെ പേരെന്താ? അതിനു മുമ്പത്തെ മാർപ്പാപ്പയുടെ പേരെന്താ? എന്നെ പെട്ടെന്ന് ആ മാർപ്പാപ്പയെ മറന്നുപോയി നോക്കിയ ആൾക്കാർ. അതൊരു നല്ല ഒന്നാന്തരം മാർപ്പാപ്പയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അത്ര ഒരു താരപ്പകിട്ടിനെ വെച്ച് മറന്നു കളയരുത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. അതിനു മുമ്പത്തെ മാർപ്പാപ്പ ആരാ? ജോൺ പോൾ 2. അതിനു മുമ്പത്തെ മാർപ്പാപ്പ ആരാ? ജോൺ പോൾ 1. അതിനു മുമ്പത്തെ മാർപ്പാപ്പ ആരാ? പോൾ 6. അതിനു മുമ്പത്തെ മാർപ്പാപ്പ ആരാ? ഇല്ല, ഞങ്ങൾ ജനിച്ചിട്ടില്ല. ഞങ്ങൾക്കൊക്കെ അതിന് മാത്രം പ്രായമൊന്നുമില്ല. ഞങ്ങളൊക്കെ കൊച്ചു പിള്ളേരാണ് അല്ലേ? നല്ലത്. ഒരു 10 മാർപ്പാപ്പമാരെങ്കിലും ഒക്കെ പുറകോട്ട് പോകണം. ഈ സമീപകാലത്തെ മാർപ്പാപ്പമാരിൽ നമ്മുടെ കാലത്ത് എനിക്കറിയാം, നമ്മുടെ കൂട്ടത്തിലെ വാസ്റ്റ് മെജോറിറ്റിക്ക്, മഹാഭൂരിപക്ഷത്തിനും മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലോട്ട് വരുന്ന മുഖം ജോൺ പോൾ 2 അല്ലേ? മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. നമ്മൾ മാർപ്പാപ്പയുടെ മോൾഡ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം. നമുക്ക് വേറെ ഇപ്പോൾ ഫ്രാൻസ് മാർപ്പാപ്പ വന്നപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതിരുന്നത് ലുക്കിൽ തന്നെ ഒരു സാമ്യോടെ ഉണ്ട്.
അല്ലേ? ലുക്കിലൊരു സാമ്യമുണ്ട്. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ ഫോട്ടോ വന്നപ്പോൾ നമ്മൾ കുറച്ച് സാമ്യം കണ്ടുപിടിക്കാൻ നോക്കി. എവിടെയോ ജോൺ പോൾ സെക്കൻഡിൻ്റെ എന്തോ ഒരു കണക്ഷനൊക്കെ. കാരണം ജോൺ പോൾ സെക്കൻഡ് നമുക്ക് പ്രിയപ്പെട്ട മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കരുണയുടെ ആൾരൂപമായിട്ട് വന്നു. അങ്ങനെ നമുക്ക് ഈ സമീപകാലത്തെ മാർപ്പാപ്പമാർ ഇഷ്ടമാണ്. എന്നാലും ഈ സമീപകാലത്തെ മാർപ്പാപ്പമാരിൽ ഏറ്റവും ജീനിയസ് ആരെന്നറിയാം? ജീനിയസ്. വിശുദ്ധി നമുക്ക് അളക്കാൻ പറ്റില്ല, അത് സഭ അങ്ങനെ വിശുദ്ധരായിട്ടൊക്കെ പ്രഖ്യാപിക്കുമെങ്കിൽ ജീനിയസ് ആരാ? എക്സാക്ട്ലി. സമീപകാലത്തെ മാർപ്പാപ്പമാരിൽ ഏറ്റവും ജീനിയസ്, സഭയ്ക്ക് ഏറ്റവും നല്ല പഠിപ്പീര് നൽകിയിട്ടുള്ളത്. മാർപ്പാപ്പയുടെ കാലം വളരെ കുറച്ചായിരുന്നെങ്കിലും അദ്ദേഹം അതിനു മുമ്പേ പഠിപ്പീരുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. എന്താ കാര്യം? ആർക്ക് പറയാമെന്ന് നോക്കട്ടെ. അദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സഭയ്ക്ക് പഠിപ്പീരുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ആർക്ക് പറയാം? എങ്ങനെ? എഴുന്നേറ്റ് പറയാം. യെസ്, അവിടെ കുർത്തയൊക്കെ ഇട്ട് ലോഹ ഇട്ട കറക്റ്റ് അച്ഛനെ പോലെ ഇരിക്കും കേട്ടോ, അല്ലേ? പറഞ്ഞോ. യെസ്, കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ, ഇപ്പോൾ അത് ഡിക്കാസ്ട്രി ആണ്. ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ അധ്യക്ഷനായി ദീർഘകാലം ഇരുന്നിരുന്നു ആര്? ബെനഡിക്റ്റ്. ഇതിന്റെ മലയാളം എന്താ? ഈ പറഞ്ഞ സാധനത്തിന്റെ മലയാളം എന്താ? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഈ അച്ഛന്മാരും മെത്രാന്മാരും ഇങ്ങനത്തെ ഒക്കെ പ്രസംഗിക്കുമ്പോഴേ നിങ്ങളിരുന്ന് തലയാട്ടി കൊടുക്കും. ഓഹോ, എന്നാൽ ഞങ്ങൾ അറിയേണ്ട, നിങ്ങൾക്ക് ഈ സാധനം കേട്ടുപോലിരുന്നു ഇതിനു മുമ്പ്, അല്ലേ? ഈ കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, ഡിക്കാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ മലയാളം എന്താ? വിശ്വാസ തിരുസംഘം. അങ്ങനെയൊന്ന് റോമിലുണ്ട്. ഈ അടുത്ത കാലത്ത് അവരൊരു പ്രധാനപ്പെട്ട ഇന്റർവെൻഷൻ നടത്തിയായിരുന്നു. വിശ്വാസ തിരുസംഘം. ആര് പറയും? ഇതേതാ ഇടവക? ഏതാ സാറിന്റെ ഇടവക? ഏതാ? സെയിന്റ് ജോസഫ് ചർച്ച് തേവര. തേവരയ്ക്ക് ഒരു കൈയടി കൊടുക്കുക. നോക്കട്ടെ ഏതൊക്കെ ഇടവകളുടെ പേരുകൾ മുഴങ്ങുമെന്ന് നോക്കട്ടെ. ഏതൊക്കെ ഇടവകളുടെ പേരുകൾ? ഇപ്പോൾ പൂനമാവ് 2 പ്രാവശ്യം മുഴങ്ങി, തേവര വന്നു. ഇനി പറ. ഈ അടുത്ത കാലത്ത് സഭയിൽ ഒരു നിർണായക ഇടപെടൽ ആര് നടത്തി? ഈ വിശ്വാസ തിരുസംഘം നടത്തി. ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? നോക്കട്ടെ. യെസ് അമ്മേ, അവിടെ ഇവരെല്ലാവരും അങ്ങോട്ട് നോക്കി ഉത്തരം പറയുന്നത്, അല്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഒരു സ്ക്രീനിലേക്ക് നോക്കിയോ? പറഞ്ഞു. എക്സാക്ട്ലി. മാതാവിനെ സഹരക്ഷക എന്ന് വിളിക്കരുത് എന്ന ആർട്ടിക്കിളില്ലേ, അത് പുറത്തിറക്കിയത് ഇവരാണ്. വിശ്വാസത്തെ ഗാർഡ് ചെയ്യുന്ന ഒരു ഓഫീസാണിത്. വളരെ പ്രധാനപ്പെട്ട ഓഫീസാണ്. ഇതിന്റെ അധ്യക്ഷനായിട്ട്, പ്രസിഡന്റായിട്ട് ദീർഘകാലം ഇരുന്നിരുന്നു ആര്? അപ്പൊ അങ്ങ് ഇരുന്ന കാലത്ത് പേരെന്തായിരുന്നു? പെട്ടെന്ന് പറ. ഇരുന്ന കാലത്തെ പേരെന്തായിരുന്നു? കാർഡിനൽ ജോസഫ് റാറ്റ്സിംഗർ. കർദിനാൾ പദവിയിൽ അങ്ങനെ ഇരുന്നു ഒരുപാട് കാലം. അദ്ദേഹം പിന്നെ മാർപ്പാപ്പ ആയപ്പോഴും ആ കൺസെപ്റ്റ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തിരുന്നു, ടീച്ചിങ്. അദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു അപ്പസ്തോലിക പ്രബോധനമുണ്ട്. പോസ്റ്റ് സിനഡൽ അപ്പസ്തോലിക് എക്സപ്റ്റേഷനുണ്ട്. സിനഡാനന്തര അപ്പസ്തോലിക പ്രബോധനമാണ്. ഇതിൻ്റെ ഉത്തരം ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ചെറുതല്ലാത്ത ഒരു സമ്മാനം വിൻസെന്റ് അച്ഛൻ നൽകുന്നതായിരിക്കും. തരും. അച്ഛൻ പറഞ്ഞു. അതെങ്ങാനും പറഞ്ഞ് അത് ക്ലാസിക്കലാണ്. നിങ്ങൾ ആരും ഗൂഗിൾ നോക്കരുത്, ചാറ്റ് GPT നോക്കരുത്. ഇന്നത്തെ കാലമാണ്, ഉടനെ അടിച്ചു വിടും. അല്ലാതെ ഓർമ്മയെന്ന് പറയാൻ പറ്റും. അല്ലെ അങ്ങനെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതായത് ഈ മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭയ്ക്ക് നൽകിയ നല്ലൊന്നാന്തരം ഒരു പഠിപ്പീര് കിടപ്പുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കുക. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? മരുന്നിനൊരാള് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ദൈവമേ മറ്റേതായിരുന്നു നല്ലത്, ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്? ആദ്യത്തെ പോലെ കുറച്ചു നേരം ചിരിച്ച് കളിപ്പിച്ചൊക്കെ ഇങ്ങ് പോയാൽ പോരായിരുന്നോ? അല്ല, അങ്ങനെ പോരാ. നമുക്ക് കുറച്ച് കാര്യമൊക്കെ പഠിക്കണം. ആർക്കും അറിയത്തില്ല, അല്ലേ? സാരമില്ല, അത് അറിയാത്തൊരു തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല, അറിയാം. പക്ഷെ ഞാൻ ആഹ്വാനം ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. ഈ ദൈവജനം നിസ്സാര കാര്യങ്ങളുടെ പുറകെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെങ്കിലും ആ ഓട്ടത്തിന്റെ പുറകെ പോകാതെ ഒന്ന് മാറി നിന്ന് വല്ലതുമൊക്കെ വായിച്ച് സഭയുടെ പഠിപ്പീരൊക്കെ മനസ്സിലാക്കേണ്ട കാലമായി. പണ്ടത്തെ പോലെ ഒരു നനുത്ത സ്പിരിച്വാലിറ്റി ഇനി വാഴില്ല കേട്ടോ. ഇനിയൊരു തലമുറ ഇതിന്റെ പുറകെ വന്ന് വരില്ല. ഏതിന്റെ പുറകെ? ഇപ്പം നമ്മളൊക്കെ ഈ കാണിച്ചു കൂട്ടുന്ന മെഴുകുതിരി കത്തിക്കല്, എണ്ണ കോരി ഒഴിക്കല്, മുട്ടയിൽ നീന്തല് ആദിയായ കലാപരിപാടികളുടെ പുറകെ ഇനിയൊരു തലമുറ വരത്തില്ല. അവർക്ക് വേണ്ടത് ഉത്തരങ്ങളാണ്. അവർക്ക് ചോദ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിന് ഉത്തരം കൊടുക്കാൻ മാത്രം നമ്മൾ ആർജവത്വം നേടിയെടുത്തില്ലെങ്കിൽ, അറിവ് നേടിയെടുത്തില്ലെങ്കിൽ ഇനിയൊരു തലമുറ പള്ളി കയറാതെ പോകുന്നതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ കാലോചിതമായി വിശ്വാസ പരിശീലനത്തെ മാറ്റിയെടുത്തില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്ക്. അവർ പ്രധാനപ്പെട്ട ചോദ്യം വൈ. എന്തു പറഞ്ഞാലും ചോദിക്കും വൈ, എന്തുകൊണ്ടങ്ങനെ. എന്ത് പഠിപ്പിച്ചാലും ചോദിക്കും വൈ, എന്തുകൊണ്ടങ്ങനെ. വന്നിട്ടും പോയിട്ടും നമുക്കറിയാവുന്നത് അത് അങ്ങനെയാണ്. അതിനകത്ത് ഇപ്പൊ കഥയിൽ ചോദ്യമില്ലെന്ന് പറയുന്ന പോലെ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുക. എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന്?
എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന്. അതുകൊണ്ട് ഇനി കുറച്ചുകൂടെ ഗൗരവത്തോടെ ഇതിനെ എടുക്കണം. ഒരു കേവല പകിട്ടിന്റെ വിഷയം മാത്രമായിട്ട് ഈ സ്റ്റേറ്റസ് മാറിപ്പോകരുത്. 4 പേരുടെ മുമ്പിൽ ഞാൻ സൺഡേ സ്കൂൾ അധ്യാപികയാണെന്ന് പറയുന്ന ഒരു പകിട്ടിന്റെ അപ്പുറത്തേക്ക് ഇത് വളർത്തിയെടുക്കണം, ഈ ശുശ്രൂഷയെ വളർത്തിയെടുക്കണം. അപ്പോൾ പഠിക്കാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ? മാർപ്പാപ്പയുടെ ആ എക്സെപ്റ്റേഷന്റെ പേരാണ് സാക്രമെന്തും കാരിത്താത്തിസ്. ലാറ്റിൻ വാക്കാണ്. നമ്മൾ ലത്തീൻ സഭയല്ലേ? ഞാൻ സുറിയാനി സഭക്കാരനാണ്. സുറിയാനി സഭയെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചില സുറിയാനി വാക്കുകൾ പറയും. എന്നിട്ട് പറയും അതൊക്കെ ലത്തീൻകാരെ കണ്ടു പഠിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും അവരോട്, ലത്തീൻകാരെ കണ്ടു പഠിക്കണം. അവർക്ക് ചില പാട്ടും പ്രാർത്ഥനയൊക്കെ ലാറ്റിനിൽ അറിയാം. കാരണം എന്താ? ലാറ്റിൻ ചർച്ചാണ്. ലത്തീൻ ഭാഷയിൽ ഒരു പാട്ട് എങ്കിലും അറിയാവുന്നവർ മാത്രം കൈപ്പൊക്കി. കള്ളം പറയരുത്, ഞാൻ എഴുന്നേൽപ്പിച്ചത് പാടിക്കും. ലത്തീൻ സഭയിൽ ഒരു പാട്ട് അറിയാവുന്ന ഒരു കൈപ്പൊക്കിക്ക്. നല്ല കാര്യം. കൈപ്പൊക്ക. അല്ല കൈപ്പൊക്കി പിടിച്ചേ. നല്ലത്. ഞാൻ കണ്ടു, ഇവരെയൊക്കെ കണ്ടു. ചില ആൾക്കാർ ഇരുന്നിട്ട് ആൾക്കാരെ കാണിച്ചു തരിക, അതെ അവിടെ ഒരു കൈപ്പൊക്കിയിട്ടുണ്ട്, ഇവിടെ ഇരുന്ന്. ഞാൻ നോക്കിയിട്ട് നിങ്ങളുടെ ഒന്നും നിങ്ങൾ ചുറ്റും നോക്കിക്കേ, വാസ്റ്റ് മജോറിറ്റിയുടെ കൈ പൊങ്ങിയിട്ടില്ല. ശരിക്കും നിങ്ങൾ അതുമൊക്കെ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗം അത്. ഒരു പാട്ട്, ഒരു വേണി ക്രയാത്തൂർ അല്ലേ അച്ഛാ, ഒരു സാൽവെ റെജീന, ഒരു പാട്ട്, ഒരു പ്രാർത്ഥന, നമുക്കത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്ക് ലാറ്റിൻ വാക്കാണ്. മാർപ്പാപ്പ പുറപ്പെടുവിച്ച സാക്രമെന്തും കാരിത്താത്തിസ്. അതിന്റെ അർത്ഥം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഗസ് വർക്ക് ഊഹിച്ചു പറഞ്ഞേ. സാക്രമെന്തും കാരിത്താത്തിസ് എന്തായിരിക്കും അർത്ഥം? ഊഹിച്ചു പറ. ശരിയാവട്ടെ, എന്നാ പുറകിൽ അവിടെ നല്ല കാര്യം. ഏതാ? എളിമയുടെ കൂദാശ. ആ ഭാഗത്തോട്ട് എത്തി. ഏതിന്റെയാ? ഗ്രേസ്, കൃപയുടെ കൂദാശ. എന്നാലും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞല്ലോ ഒരു സാർ, ഒരു കൈഡി കൊടുത്തിയ സാറിന്. അത്രയും പറഞ്ഞു. അടുത്തത് ഇവിടെ രണ്ടാമത്തെ ആള്, ആ ചുവപ്പ് ഷർട്ട് പുറകിൽ. ഈ സാധനം കാരണം കേൾക്കാൻ വയ്യ. പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സാക്രമെന്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ കൂദാശയാണ്. സാക്രമെന്തും കാരിത്താത്തിസ്, സ്നേഹം. സാക്രമെന്തും കാരിത്താത്തിസ് ജനറ്റീവ് കേസാണ്. സാക്രമെന്തും കാരിത്താത്തിസ്, സ്നേഹത്തിന്റെ കൂദാശ. ഈ സ്നേഹത്തിന്റെ കൂദാശ എന്നുള്ള ഈ എഴുത്തില് ഈ മാർപ്പാപ്പ പരിശുദ്ധ കുർബാനയെ 3 ഡൈമെൻഷൻ പറഞ്ഞു തരുന്നുണ്ട്. 3 ഡൈമെൻഷൻ. എ മിസ്റ്ററി ടു ബി എന്ന് പറഞ്ഞ്, അതായത് ഇത് ഈ പരിശുദ്ധ കുർബാന ഇതിനുള്ള രഹസ്യമാണ്, രണ്ടാമത്തത് ഇതിനുള്ള രഹസ്യമാണ്, മൂന്നാമത് മറ്റൊന്നിനുള്ള രഹസ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഭയങ്കര നല്ല ടീച്ചിങ് അത്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് അത് ഞാൻ പരിശുദ്ധ കുർബാന വെച്ച് പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സെന്റർ. പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ നമ്മളില്ല, അതാണ് സെന്റർ. പക്ഷെ ആ പാറ്റേണിൽ നിങ്ങളുടെ വിശ്വാസ പരിശീലനത്തെ മനസ്സിലാക്കി തരാം. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് 3 നിങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നാമത്തത്, പരിശുദ്ധ കുർബാന എ മിസ്റ്ററി ടു ബി എന്തിനുള്ളതായിരിക്കും? പറഞ്ഞു നോക്കട്ടെ. ഫീൽ ഫ്രീ ടു മേക്ക് എറേഴ്സ്. തെറ്റുവരുത്താൻ നിങ്ങളെ തന്നെ അനുവദിക്കുക. വിളിച്ചു പറ. എ മിസ്റ്ററി ടു ബി. പരിശുദ്ധ കുർബാന എന്തിനുള്ള രഹസ്യമായിരിക്കും? ഒന്നാമത് എ മിസ്റ്ററി ടു ബി. രക്ഷയുണ്ടോ? എന്തോ പറഞ്ഞു നോക്ക. മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. സാറല്ലേ ഫസ്റ്റ് അങ്ങോട്ട് മേടിച്ച് എന്തിനോ സാധനത്തിനല്ലേ? ഒരു കൈഡി കൊടുക്ക സാറിന്. അത് രണ്ടാമത്തതാണ്. എന്നാലും സാറ് പറഞ്ഞു രണ്ടാമത്തതാണ്. മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. 3 എണ്ണം ഉണ്ട്. നിങ്ങളിങ്ങനെ ഒരു ആരോ ഇട്ട്, എനിക്ക് ഈ ബോർഡിലൊക്കെ എഴുതി പഠിപ്പിക്കാനാണ് ഇഷ്ടം. ആരോ ഇട്ട് ഒന്നാമത്തത് നമുക്ക് കണ്ടുപിടിക്കണം. രണ്ടാമത്തത് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്, ആഘോഷിക്കേണ്ട രഹസ്യമാണ് പരിശുദ്ധ കുർബാന. മൂന്നാമത്തത് ഒരെണ്ണമുണ്ട്. അപ്പൊ ഈ 1, 3 ആര് കണ്ടുപിടിക്കാൻ നോക്കട്ടെ. ഒരെണ്ണം ഇവിടെ സാറിന്റെ ഇടവക ഏതാ? ഇടവക വേഗം പറഞ്ഞോളന്നല്ലേ. പോണേലാണോ ഒരു മാതാവിന്റെ പോണേൽ? അല്ലല്ലേ, അത് വേറെന്തോ അങ്ങനത്തെ ഒരു പേര് ഞാൻ കിട്ടണം. യെസ്, പോണേൽ ഇടവയ്ക്ക് ഒരു കൈയടി കൊടുക്കുക. യെസ്. ടീച്ചറെ, കൂനമ്മാവുകാർ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. ഇത് എവിടുന്ന ഇത് വരുന്നത്? വേറെ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത്? അപ്പുറത്തുണ്ട് സാറുമാരിരുന്ന് പറഞ്ഞോ. റിപ്പൻറ്റൻസ്. ഫീസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് മിസ്റ്ററി. ആ വാക്ക് പറഞ്ഞ എന്താ വാക്ക്? ഒരുമിച്ച് പറഞ്ഞ ആ വാക്ക് മിസ്റ്ററി. അതാണ് കോമൺ വേർഡ്. മിസ്റ്ററി എന്ന് വെച്ചാൽ എന്താ? രഹസ്യം. എ മിസ്റ്ററി. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക്, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇഷ്ടക്കേട് വരരുതേ. നമുക്ക് ലാറ്റിൻ ചർച്ചിൽ ഒരു ചെറിയ അപകട സാധ്യതയുള്ളത് ഈ മിസ്റ്ററി ആസ്പെക്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഈസ്റ്റേൺ സൈഡിൽ കുറെ കൂടെ മിസ്റ്ററി കിടപ്പുണ്ട്. അത് ഞങ്ങൾ ഇതെല്ലാം ഈ മറച്ചൊക്കെ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാഗത്ത് ഈ വിരിയും സംഭവമൊക്കെ ഇടുന്നതുകൊണ്ട് ഈ മിസ്റ്ററി എന്നുള്ള സാധനം കിടക്കും, രഹസ്യം. നമ്മൾ വേറൊരു തിയോളജിയാണ് ലാറ്റിൻ ചർച്ചിന്, നല്ല തിയോളജിയാണ്. അതായത് ദൈവം തന്നെ വെളിപ്പെടുത്തി. പക്ഷെ അതിനെ വെളിപ്പെടുത്തുമ്പോഴും എല്ലാം നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്.
എപ്പോഴും ദൈവത്തിന് എന്തുണ്ട്? രഹസ്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറത്ത് രഹസ്യമാണ് ദൈവം. അപ്പോഴാണത് ആരാധനയായിട്ട് മാറുന്നത്. മിസ്റ്ററി ആസ്പെക്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മിസ്റ്ററി കളഞ്ഞാൽ നമ്മൾ ഇതുവഴിയൊക്കെ ചുമ്മാ ഇറങ്ങി നടക്കും. അത് വരരുത് ഒരിക്കലും. പരിശുദ്ധ അൾത്താരയിലൂടെയോ ദൈവിക കാര്യങ്ങളോ ചുമ്മാ നമുക്ക് പ്രാപ്യമാണെന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ പിന്നെ ബഹുമാനം പോയി. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഫെമിലിയാരിറ്റി, എനിക്ക് ചിരപരിചിതമായൊരു കാര്യത്തെ പിന്നെ എനിക്ക് ആരാധനയോടെ സമീപിക്കാൻ പറ്റുകയില്ല. ആരാധനയിൽ രഹസ്യമുണ്ട്. മിസ്റ്ററി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ തന്നെ പഠിപ്പിക്കുന്നത് ഇറ്റ് ഇസ് എ മിസ്റ്ററി. രഹസ്യമാണ്. എന്തിനുള്ളത്? രണ്ടാമത്തത് ആഘോഷിക്കേണ്ട രഹസ്യം. ഒന്നാമത്തത് മൂന്നാമത്തത് എന്ത് പറയാൻ പറ്റും നോക്കട്ടെ? അച്ഛന്മാർ ഈ കളിയില്ല, മിണ്ടാതിരിക്കുക. അച്ഛന്മാർ ഈ കളിയില്ല. വേറെ എ മിസ്റ്ററി ടു ബി ഫസ്റ്റ് വൺ. കൊള്ളാം, ഈ മനുഷ്യൻ കൊള്ളാം കേട്ടോ, നന്നായിരിക്കുന്നു. ഒന്നാമത്തത് നിങ്ങളെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചേട്ടനെ ഓർത്താ കേട്ടോ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത. അങ്ങോട്ട് വരട്ടെ. സന്തോഷം. ഹൗളിയാ നോക്കിക്കോണം. എ മിസ്റ്ററി ടു ബി, ഒന്നാമത്തത് പറഞ്ഞവിടെ ശ്രദ്ധിച്ചോ. എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. ഒന്നാമത്തത് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. എന്താ അത്? വിശ്വസിക്കേണ്ട രഹസ്യം. രണ്ടാമത്തതോ എന്തായിരുന്നു? രണ്ടാമത്തത് വേഗം പറ, മലയാളത്തിൽ പറഞ്ഞേ. എന്താ അത്? ആഘോഷിക്കേണ്ട. അപ്പൊ ഒന്നാമത് ഇതിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ട്, ഇത് നമ്മൾ. മൂന്നാമത്തത് ആർക്ക് പറയാം? അവിടെ അവിടെയൊക്കെ കൊള്ളാം, നിങ്ങൾ ഉഷാറായല്ലോ. അവിടെ ഇവിടെ എല്ലാം കൈപൊക്കിയിട്ടുണ്ട്. എ മിസ്റ്ററി ടു ബി പ്രൊക്ലെയിംഡ്. പ്രൊക്ലെയിം ചെയ്യാൻ വരട്ടെ, വേണം, ആവശ്യമാണ്. മിസ്റ്ററി ടു ബി പ്രൊക്ലെയിംഡ്. നല്ല ഗസ് വർക്ക് ആയിരുന്നു അത്. കാരണം ഇതിന്റെ റൂട്ടിൽ അതാ പോകേണ്ട അടുത്തത് അല്ലേ? മിസ്റ്ററി ടു ബി നല്ലത്, നല്ല ഉത്തരവാണ്. പിന്നെ മിസ്റ്ററി ടു ബി എക്സാക്ട്ലി എ മിസ്റ്ററി ടു ബി ലിവ്ഡ്. ജീവിക്കേണ്ട രഹസ്യം. നോക്കിക്കേ, ഇത് മൂന്നും ചേർന്നാൽ പൂർത്തിയായി. ഒന്നാമത്തത് എന്താണത്? വിശ്വസിക്കേണ്ട രഹസ്യം. ഇതിൽ വിശ്വാസം ഉണ്ടാകണം. രണ്ട്, എന്താണത്? ആഘോഷിക്കേണ്ട രഹസ്യം. മൂന്ന്, ജീവിക്കേണ്ട രഹസ്യം. ഇംഗ്ലീഷിൽ പറയാവോ? ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. സെക്കൻഡ് വൺ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. മൂന്നാമത്തത് മിസ്റ്ററി ടു ബി ലിഫ്റ്റ്. ജീവിക്കേണ്ട രഹസ്യം. ഇതാദ്യം വിശ്വസിക്കണം. രണ്ട്, ഇത് ആഘോഷിക്കണം. മൂന്ന്, ഇത് ജീവിക്കണം. വേഗം പറഞ്ഞേ. ഇരിക്കുന്നവർ നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ കഴുത്ത് വെട്ടി നോക്കണമെന്നില്ല, കേട്ടാലും മതി. കാരണം മുമ്പിലിരിക്കുന്നവർക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും വലിയ പാടായിരിക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേട്ടാൽ മതി. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കേണ്ട രഹസ്യം. വേഗം ഉത്തരം പറയണേ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നങ്ങ് ഉത്തരം വിളിച്ച് പറഞ്ഞാൽ മതി. വിശ്വാസം അറിവാണോ അനുഭവമാണോ? വേഗം പറ. വിശ്വാസം അറിവാണോ അനുഭവമാണോ? വിശ്വാസം അറിവാണോ അനുഭവമാണോ? വിശ്വാസം അറിവാണോ അനുഭവമാണോ? അനുഭവം. ഉറപ്പാണ്? എനിവൺ ഹാസ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ? വിശ്വാസം അറിവാണോ അനുഭവമാണോ? ഉറപ്പിച്ചു പറഞ്ഞു അല്ലേ? ഫ്രണ്ടിലുള്ളവർക്ക് വിശ്വാസം അറിവാണോ അനുഭവമാണോ? വിശ്വാസം അറിവാണോ അനുഭവമാണോ? അനുഭവം. എന്നാ ശ്രദ്ധിച്ചു കേട്ടെ. വിശ്വാസം എൻ്റെ കന്യാസ്ത്രീ അമ്മയെ പറ. നല്ല കാര്യം സിസ്റ്റർ. സിസ്റ്റർമാർക്ക് ഇത് അറിയാവുന്നുള്ളത് എല്ലാവരും അറിയണ്ടേ? പറ സിസ്റ്ററെ. എക്സാക്ട്ലി. വിശ്വാസം അനുഭവം മാത്രമാകരുത്. ഭയങ്കര അപകടമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം. എവിടെ സംശയം ഉണ്ടെങ്കിലും സംശയത്തിനുള്ള സമയം തരാം. ഒരു 0 അവർ തരും, ഇൻട്രാക്ഷൻ സ്പേസ് തരും. അപ്പം നിങ്ങൾ ചോദിച്ചോണം. വിശ്വാസം അനുഭവം മാത്രം ആകരുത്, വിശ്വാസം അറിവ് മാത്രം ആകരുത്. രണ്ടും അപകടം. വിശ്വാസം അറിവും അനുഭവവും ആകണം. അറിവും അനുഭവവും ചേരുന്നതാണ് ഫെയ്ത്ത്. അറിവും അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിപ്പിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ എവിടെ അനുഭവം ഇരിക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിലുള്ളത് അറിവാണ്. വിശ്വാസം അനുഭവം മാത്രമാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് കാറ്റഗിസം ഈസ് മീനിങ്ലെസ്. വിശ്വാസം അനുഭവം മാത്രമല്ല എന്നതിന്റെ തെളിവാണ് നിങ്ങളുടെ ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്. വിശ്വാസത്തിൽ അറിവിന്റെ തലമുണ്ട്. വിശ്വാസത്തിന് അറിവുണ്ടാകണം, വിശ്വാസത്തിൽ അനുഭവം ഉണ്ടാകണം. വിശ്വാസം വേഗം നോക്കട്ടെ, ആരെ ചിന്തിക്കുന്നു നോക്കട്ടെ, ബ്രെയിൻ സ്റ്റോമിങ് നടത്ത്. വിശ്വാസം അനുഭവം മാത്രമായാൽ എന്തായിരിക്കും അപകടം? വിശ്വാസം അനുഭവം മാത്രമായാൽ എന്തായിരിക്കും അപകടം? നോക്കിക്കേ, ചുറ്റും നോക്കിയിട്ട് പറഞ്ഞേ. വിശ്വാസം അനുഭവം മാത്രമായാൽ എന്തായിരിക്കും അപകടം? എൻ്റെ ടീച്ചറെ കറക്റ്റ് ഉത്തരം എഴുന്നേറ്റ് പറ. കറക്റ്റ് ഉത്തരം വിശ്വാസം. നല്ല ഉത്തരം കേട്ടോ, അത് എക്സെപ്ഷണൽ ആൻസർ ആണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വിശ്വാസം അനുഭവം മാത്രമായാൽ എന്താ അപകടം? ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. അനുഭവം ഈസ് എ റിലേറ്റീവ് ടേം. അനുഭവം വ്യക്തിപരമാണ്. വിശ്വാസം അനുഭവം മാത്രമായാൽ ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും, വിശ്വാസവും വ്യത്യസ്തമാകും. ആകാൻ പാടില്ല. അതെങ്ങോട്ടാ പോകുന്ന? ആ പോക്ക് പെന്തക്കോസ് ശൈലിയാണത്. പെന്തക്കോസ് ശൈലിയാണ്. ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങൾ, ഓരോരുത്തർക്കും ഓരോ എക്സ്പ്ലനേഷൻസ്.
It is not the method and style of Catholic Church. വിശ്വാസം അനുഭവം മാത്രമായി ചുരുങ്ങിപ്പോയാൽ അപകടം വരും. നല്ല കാര്യം, നല്ല ഉത്തരം. ഒരു കൈഡി കൊടുക്കുക ടീച്ചറിന്. ഇടവക ഏതാ? ഇടവക. രണ്ടുപേര് പറഞ്ഞോ? ഈ അമ്മ അവിടെ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്ക് 2 പോയിന്റ് വേണം അല്ലേ? അപ്പൊ നിങ്ങൾ കൂനമാവിന്റെ ഒപ്പം നിൽക്കുക ഇപ്പൊ അല്ലേ? മാമംഗലം മൗണ്ട് കാർമൽ ചർച്ച്. 2 പേര് പറഞ്ഞായിരുന്നോ? എപ്പോഴാ പറഞ്ഞു? ഞാൻ ഒരാളെ കണ്ടല്ലോ. അവിടെ ഒരാൾ പറഞ്ഞായിരുന്നു. കള്ളക്കളിയല്ലോ അല്ലേ? യെസ്. എന്തോ ഹസ്ബൻഡാണോ? ശരി. ഹസ്ബൻഡാണോ ആദ്യം ഉത്തരം പറഞ്ഞേ? ശരി. നേരത്തെ ഞാൻ റഷ് ആയിട്ട് ചോദിച്ച ആള്. ഇപ്പൊ കറക്റ്റാ. യെസ്. വിശ്വാസം അനുഭവം മാത്രമായാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപകടം എന്നറിയാമോ? ആർക്ക് പറയാം? വിശ്വാസം അനുഭവം മാത്രമുള്ള വേറൊരു അപകടം. ശ്രദ്ധിക്കണേ, നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പൊതുസ്ഥലത്ത് പോയി ഇത് പറയാൻ പറ്റുകയില്ല. ഇടവകയെ പറഞ്ഞാൽ എല്ലാ ഭക്തർക്കും ഇത് പിടിക്കുകയില്ല. വിശ്വാസ അനുഭവം മാത്രമായാൽ വിശ്വാസം അന്ധവിശ്വാസമായി തുടങ്ങും. വിശ്വാസം കേവലം അനുഭവം മാത്രമായി ചുരുങ്ങിപ്പോയാൽ വിശ്വാസം മെല്ലെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോയി തുടങ്ങും. ഇന്നതുണ്ട്. വിശ്വാസം അനുഭവം മാത്രമായി ചുരുങ്ങിപ്പോയാൽ അത് അന്ധവിശ്വാസം. ഇന്ന് കാണുന്നുണ്ട് നിങ്ങൾ. ഞാനൊന്നും എടുത്തു പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ട്, അങ്ങനത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അറിവ് വേണം. ഉദാഹരണത്തിന് കുറച്ചുകൂടെ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ വികാരി അച്ഛൻ അനൗൺസ് ചെയ്ത് ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് പള്ളിയിൽ വൈകുന്നേരം പരിശുദ്ധ കുർബാനയുടെ ആരാധന ഉണ്ടാവും. ദിവ്യകാരുണ്യ ഓൾറെഡി വെച്ചിട്ടുണ്ടോ ആരാധന എല്ലാ വെള്ളിയാഴ്ചയും? ഇല്ലെങ്കിൽ വെച്ചെന്ന് വിചാരിക്കുക. അച്ഛൻ ആരാധന വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്തത്? അച്ഛൻ കുർബാനയൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് അപ്പുറം ഇപ്പുറം തിരിയും ഫ്ലവർ വൈസും ഒക്കെ വെച്ച് സ്പോട്ട് ലൈറ്റ് ഒക്കെ അടിച്ച് പള്ളിയിലെ ബാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ധൂപക്കുറ്റിയൊക്കെ എടുത്ത് ധൂപമൊക്കെ അർപ്പിച്ച് അപ്പോൾ ഒരു നല്ല മൂഡായി കീബോർഡിൽ 2 കോഡൊക്കെ പിടിച്ച് പാട്ടൊക്കെ പാടി നല്ല മെഡിറ്റേഷൻസ് ഒക്കെ നൽകി കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ പള്ളിമുറ്റത്ത് വെച്ച് എന്ത് പറഞ്ഞു? അയ്യോ, ഇന്നത്തെ ആരാധന, വേഗം പറ, ഇന്നത്തെ ആരാധന എന്തൊരു അനുഭവമായിരുന്നു. ഇന്നത്തെ ആരാധന എന്തൊരു അനുഭവമായേ. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അച്ഛൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സ്പോട്ട് ലൈറ്റ് അടിക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, ധൂപക്കുറ്റി, കീബോർഡ്, പാട്ട്. ഒരു 4 വെള്ളിയാഴ്ച കഴിയുമ്പോൾ നമ്മൾ പറയും പഴയ അനുഭവം അങ്ങോട്ട് കിട്ടുന്നില്ല, പഴയ ഫീല് വരുന്നില്ല. അപ്പോൾ നമുക്കിനി സ്ട്രെസ്സാണ്. എന്താ? ഫീല് ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു, ഇവിടെ ആ പഴയ ഫീല് കിട്ടുന്നുമില്ല. അപ്പം നമ്മൾ എന്തന്വേഷിക്കും? എവിടെയാണ് ഇനി ഫീല് കിട്ടുന്നത്? അപ്പം നമ്മൾ ആരോ പറയുന്നത് അവിടെ ആ സ്ഥലത്തെ നല്ല ഫീലാണ്. അപ്പം നമ്മൾ വണ്ടി എടുത്തോണ്ട് അവിടെ ചെല്ലും. അപ്പം നമ്മൾ അയ്യോ, ഇവിടെ ആയിരുന്നു വരേണ്ടിയിരുന്നത്, എന്നാ ഫീലാ. 2 മാസം കഴിയുമ്പോൾ നമ്മൾ പറയും ഇവിടുത്തെ അച്ഛൻ അഭിഷേകം പോയി. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഈ അച്ഛൻ ഇപ്പോൾ പഴയ അഭിഷേകം ഇല്ല, അനുഭവം കിട്ടുന്നില്ല. അപ്പോൾ ആരാണ്ട് പറയും മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെയാ, വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ പൊക്കോ. പക്ഷെ ഈ പോക്ക് പോയി കുറച്ച് കഴിയുമ്പോൾ പറയുവേ ഇപ്പൊ കത്തോലിക്ക സഭയിലെ അഭിഷേകം ഒന്നും. അവിടെ ഒരു പ്രെയർ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടേ, അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. വേറെ മോശമായിട്ടൊന്നും പറയുന്നില്ല, അവർ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. ബൈബിൾ തന്നെയല്ലേ പറയുന്നത്. നമുക്ക് അവിടം വരെ ഒന്ന് പോകാം, നല്ല അനുഭവമാണെന്നാണ് പറഞ്ഞത്. പോയവരൊക്കെ നല്ല അനുഭവമാണെന്നാണ് പറഞ്ഞത്. പോകുന്നു. ഈ പോക്ക് വന്ന എന്താണെന്നറിയാമോ? അറിവില്ലാത്ത അനുഭവം തേടി. എന്നാൽ ഇവന് അറിവുണ്ടാകണ്ടേ? എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൃപ എടുത്ത് വെച്ചിരിക്കുന്ന എൻ്റെ ഇടവക പള്ളിയുടെ പരിശുദ്ധ അൾത്താരിലാണെന്ന് അറിവുള്ളവൻ എന്തിനായി കിടന്ന് ഓടുന്നേ? അറിവില്ലാതെ അനുഭവം മാത്രമായി ചുരുങ്ങിപ്പോയപ്പോൾ പറ്റുന്ന അപകടം ഇന്ന് സഭയിലുണ്ട്. അതുകൊണ്ട് അറിവും അനുഭവവും ക്ലബ് ചെയ്യണം. ഈ അറിവ് മാത്രമല്ല എന്നാ കുഴപ്പം? വിശ്വാസത്തിന് അനുഭവം ഇല്ലാതെ അറിവ് മാത്രമല്ല എന്നാ കുഴപ്പം? അറിവ് മാത്രമുള്ള കുഴപ്പം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില 2 ഡോക്ടറേറ്റുള്ള അച്ഛന്മാരുണ്ട്, 2-3 ഡോക്ടറേറ്റുള്ള അച്ഛന്മാരുണ്ട്. ആരെയും ഇപ്പം പെട്ടെന്ന് ഓർത്തെടുക്കരുത്, ഞാൻ ഉദാഹരണം പറയുന്നത്. 2-3 ഡോക്ടറേറ്റുള്ള അച്ഛന്മാര് അറിവില്ലാഞ്ഞിട്ടാണോ? അറിവുണ്ട്, പക്ഷെ പ്രസംഗിച്ചാൽ 10ാമത്തെ മിനിറ്റിൽ നമ്മൾ ഉറങ്ങി തുടങ്ങും. അവർ പ്രസംഗിച്ചാൽ 10 മിനിറ്റിൽ നമുക്ക് ഉറക്കം വരും. എന്താ കാര്യം? അതിനകത്ത് എന്തില്ല? അനുഭവം കിട്ടുന്നില്ല. ദൈവസ്നേഹത്തിന്റെ അനുഭവം അതിനകത്ത് മിസ്സിംഗ് ആണ്. അറിവുണ്ട്, ഇഷ്ടംപോലെ അറിവുണ്ട്. അപ്പൊ അറിവും അനുഭവവും ബ്ലെൻഡ് ചെയ്യണം. അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അറിവും അനുഭവവും ബ്ലെൻഡ് ചെയ്യാത്ത വിശ്വാസ പരിശീലനം അത് ഇഫക്റ്റീവ് ആകില്ല. അപ്പോൾ നിങ്ങളുടെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിപ്പിക്കണം. നന്നായിട്ട് അത് അറിവുണ്ട് അതിനകത്ത്. നിങ്ങൾ ഓർത്തേക്കരുത് ചുമ്മാ ഈ വട്ടം കൂടിയിരുന്ന് എന്തിനാ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ ചുമ്മാ ഇരുന്ന് ജൽപ്പനം പറയരുത്. ഇന്നത്തെ ട്രെൻഡ് അത്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എന്താ ആവശ്യം? എന്നിട്ട് എനിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ മണ്ടത്തരങ്ങൾ ക്ലാസ് റൂമിൽ കാണിക്കരുത്. എന്താ കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ്. നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രം അനുഭവമാണ്. നിങ്ങൾ എത്ര പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കേൾപ്പിച്ചാലും അത് കുട്ടികൾക്ക് കിട്ടില്ല. കാരണം എക്സ്പീരിയൻസ് ഈസ് ഓൾവേസ് റിലേറ്റീവ്. അനുഭവങ്ങൾ വ്യക്തിപരമാണ്.
അറിവാണ് ഒബ്ജക്റ്റീവ്. എനിക്കും നിനക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന അറിവാണ്. മറ്റത് അനുഭവം, വ്യക്തിക്ക് കർത്താവ് കൊടുക്കുന്ന അനുഭവങ്ങൾ. അറിവാണ് പൊതുവായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ? വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞൊരു ഹല്ലേലൂയ ഒക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ, ഇത് വിശ്വസിക്കേണ്ട രഹസ്യമാണെന്ന് പറയുമ്പോൾ എന്ത് രണ്ടും വേണമെന്ന്? അറിവും വേണം, അനുഭവം വേണം. അത് ആദ്യം റെഡി, അത് ഒരുക്കണം. നമുക്ക് ആ ക്ലാരിറ്റി കിട്ടണം. അറിവും അനുഭവം വേണം. അറിവുണ്ടോ ടീച്ചർമാരെ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നോക്കട്ടെ. ടീച്ചർമാര് 100-ൽ അച്ഛാ എൻ്റെ ക്രിസ്തീയ അറിവിന്, ക്രിസ്ത്യൻ വിസ്ഡത്തിന് ഞാൻ 100-ൽ ഒരു 80 മാർക്ക് കൊടുക്കും എന്നുള്ളൊരു കൈ പൊക്കിക്കേ. 100-ൽ 80 മാർക്ക് എനിക്ക് അതിനുള്ള ഉണ്ട് അച്ചു. 100-ൽ 80 മാർക്കിനുള്ളത് ഞാൻ ഉണ്ട് എന്ന് ഉറപ്പുള്ളൊരു കൈ പൊക്കിക്കേ. 80. ചിലരുടെ നോട്ടം കണ്ട അല്പം താക്കാം വച്ച ഒരു 80 അല്പം താത്ത ഞങ്ങളൂടെ കയറാം, ലിസ്റ്റിൽ കയറാം. 60, 100-ൽ 60 കൈ പൊക്കിക്കുക. 100-ൽ 60, 100-ൽ 60. 100-ൽ വിശ്വാസ പരിശീലകരുടെ ക്രിസ്തീയ അറിവിനെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. 100-ൽ 60 മാർക്ക്. അതായത് ഞാൻ കൊമ്പത്തെ ദൈവശാസ്ത്രം ചോദിക്കുകയല്ല, ബേസിക് ക്രിസ്ത്യൻ നോളജിൽ 100-ൽ 60 എനിക്ക് ഉണ്ടച്ചോ എന്നുള്ള ഉറപ്പുള്ള കോൺഫിഡൻസ് ഉള്ള കൈപ്പൊക്കെ. 100-ൽ 60. 40. 100-ൽ പാസ് മാർക്ക് 40. 100-ൽ 40 അറിവ് എനിക്കുണ്ടച്ചു. 40. നിങ്ങൾ എളിമ കൊണ്ട് മിണ്ടാതിരിക്കുന്നതാണോ? എളിമ കൊണ്ടാണോ? ആണല്ലേ. ഞങ്ങൾക്ക് അറിവില്ലെങ്കിലും വിശുദ്ധി ഉണ്ടച്ചോ. ഞങ്ങൾക്ക് അറിവില്ലെങ്കിലും വിശുദ്ധി ഉണ്ട്. ആ എളിമ കൊണ്ടാണ്, വിശുദ്ധിയുടെ എളിമ കൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. വേറെ കുറേ പേര് മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. അവർക്ക് മനസ്സിലായി എന്തിനാണ് വെറുതെ വയ്യ വെലി പിടിച്ചു വലിച്ചു വാങ്ങിക്കുന്നത്. എന്നാ ഉറപ്പിച്ച ഇങ്ങേരുടെ മുമ്പിൽ കൈപൊക്കി കാണിക്കുന്നത്. ഇനി അതിന്റെ പിറകെ ചോദ്യം വരും, പിന്നെ അതിന് ഉത്തരം പറയണം. ഇതാകുമ്പോൾ നമുക്ക് അറിയാൻ മേലെ കാര്യം കഴിഞ്ഞില്ല. ഒരു മൂലയ്ക്ക് ഇരുന്നാൽ പോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമുക്ക് വീട്ടിൽ പോകല്ലോ. എന്തിനാണ് വെറുതെ പൊല്ലാപ്പൊക്കെ പിടിച്ചു വലിച്ചു വാങ്ങിക്കുന്നത്? സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ടീച്ചറെ നെഞ്ചിടിപ്പ് കൂടെ കേൾക്കാം. ടീച്ചറെ സുവിശേഷങ്ങൾ എത്ര എണ്ണം ഉണ്ട്? കമ്പൈൻ സ്റ്റഡി ഇല്ല. എത്ര എണ്ണം ഉണ്ട്? 4. കറക്റ്റ്. 4 സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാ? മത്തായി. മിണ്ടരുത്. മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാനോ. എന്തൊരു ഐക്യം നോക്കിക്കേ. 4 വന്നു നോക്കിക്കേ. ഞാൻ 4 പേരോട് ചോദിച്ചു, 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഏതാന്ന് ചോദിച്ചു. 4 പേരും 4 ഉത്തരം പറഞ്ഞു. അത് എനിക്ക് മനസ്സിലായി, നമ്മൾ ആരെയും മാറ്റി നിർത്താൻ പാടില്ല. നമ്മൾ ഒരു അവഗണന പാടില്ല. നമ്മൾ മോശമല്ലേ. അവർക്കൊരു സങ്കടം ഉണ്ടാകരുത്, ഒരു ആന്തരിക മുറിവ് ഉണ്ടാകരുത്, ഒരാളെ മാറ്റി നിർത്തരുത്. ഇതിന്റെ ഉത്തരം ഏതുവാകട്ടെ. വെയിറ്റ് എനിക്കതിന്റെ ഉത്തരമൊന്നും അല്ല എൻ്റെ കൺസേൺ. ശ്രദ്ധിച്ചു കേട്ടെ. അതിന്റെ ഉത്തരം ഏതുവാകട്ടെ. 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് ആരെന്നുള്ളതിന്റെ ഉത്തരം എന്തുവാകട്ടെ. നമ്മൾ ആശങ്കപ്പെടേണ്ടത് വരാപ്പുഴ അതിരൂപതയിലെ ഉള്ളതിൽ ഭേദപ്പെട്ടതുങ്ങളായി വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഇതിലും കണക്കാ. സംശയം എന്നാണല്ലേ. ഈ അതിരൂപതയിലെ ഉള്ളതിൽ ഭേദപ്പെട്ട് നിങ്ങളായിരിക്കുന്നത്. അതുങ്ങളോട് ഞാൻ ചോദിച്ചത് 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ 4 ഉത്തരം വന്നു എന്നതാണ് നമുക്കിടയിലെ അപകടം. കിട്ടുന്നുണ്ടോ? അതായത് നമുക്ക് അടിത്തറ ഇളകാൻ ചെറിയ സാധനം മതിയെന്ന്. ചെറിയ സാധനം, ഒരു ചെറിയ തട്ട് കിട്ടിയാൽ നമ്മൾ ഇളകിപ്പോവും. ഊതി വീർപ്പിച്ച കൊമളയായത്. ഷോ ഓഫ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് എവിടെങ്കിലുമൊക്കെ ഇരുന്ന് ഇനി എളിമപ്പെട്ട് പഠിക്കാൻ തുടങ്ങണം. നമ്മൾ അതിനുള്ള കാലമായി. എളിമപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ അപഹാസ്യരാകും. ഹല്ലേലൂയ. ബുദ്ധിമുട്ടായോ? ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഇഷ്ടക്കേടുണ്ടോ? ഞാൻ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങി ഓടിക്കോളാം. കുഴപ്പമില്ല. ആരൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, അച്ചോ ഞങ്ങൾക്ക് അറിയാം അച്ചോ അല്ലേ 4 സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് ഏതാ? മത്തായി. അറിയാം അല്ലേ? മത്തായി എന്നറിയാം അല്ലേ? ഏതാ? മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ ഒരുമിച്ചിരുന്നാണ് എഴുതിയേ. ആദ്യം എഴുതിയ ആരാ? മത്തായി. മാർക്കോസ് ടീച്ചർ ഫ്രണ്ടിൽ ഇരുന്ന് അവിടെ നിന്ന് കുറച്ച് മാർക്കോസ് ടീച്ചർ ഈ സെഷനും കൂടെ കേട്ട് കഴിഞ്ഞ് ഇൻസ്പയർഡ് ആയിട്ട് നാളെ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുകയാണ് പിള്ളേരോട്. മക്കളെ, ഒരു കാര്യം അറിയാവോ? 4 സുവിശേഷങ്ങളിൽ ആദ്യം എഴുതപ്പെട്ടത് ഏതാണ്? മാർക്കോസ്. അപ്പം നമ്മളിത് വെള്ളം ചേർക്കാതെ വിഴുങ്ങും. ആര്? ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിഴുങ്ങി, അല്ലെങ്കിൽ പുതിയതായിട്ട് കേട്ടവർ വിഴുങ്ങി. ഈ പിള്ളേർ ആറ്റം ബോംബ് പീസുകളാണ്. വിഴുങ്ങുകയില്ല. ഉടനെ അവൻ ചോദിക്കും, ഓക്കെ ടീച്ചർ ഞാൻ സമ്മതിച്ചു, ആദ്യം എഴുതപ്പെട്ടത് എന്താണ്? മാർക്കോസ്. പിന്നെ എന്തിനാ മത്തായി ആദ്യം വെച്ചിരിക്കുന്നത്? പെട്ടു. പിന്നെ എന്തിനാണ് മത്തായി ആദ്യം വെച്ചിരിക്കുന്നത്? ഉത്തരം കൊടുത്തേ പറ്റൂ. നമ്മളാണ് അവനെ പഠിപ്പിച്ചത് 4 ആദ്യം എഴുതപ്പെട്ടത് മാർക്കോസാണ്.
അപ്പൊ അവന്റെ ന്യായമായ ചോദ്യമാണ്, പിന്നെ എന്തിനാ മത്തായി ആദ്യം കൊണ്ട് വെച്ച്? മർക്കോസ് അല്ലേ ആദ്യം വെക്കണ്ടേ? എന്തിനാ മത്തായി ആദ്യം വെച്ചേ? മത്തായി ആദ്യം വെച്ചത് എന്തിനാണെന്ന് മിനിമം ഒരു 3 കാരണം പറയാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേക്ക്. വെയിറ്റ് ഒരു അതിൽ നിന്ന് നോക്കട്ടെ, കുറച്ചുകൊണ്ട് വരാം. മത്തായി ആദ്യം വെച്ചത് എന്തിനാണെന്നുള്ളതിന്റെ ഒരു 3 കാരണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉള്ളവരുണ്ടെങ്കിൽ വാ ടീച്ചർ ഇങ്ങ് വാ, ടീച്ചറെ വാ, സാറ് ഇങ്ങ് വാ. നല്ല കാര്യം, 4 പേര് കാണട്ടെ. അയ്യോ സാർ അപ്പം ഇരുന്നില്ല, ഞാൻ വരുന്നില്ല, ഇവിടെ ഇരുന്ന് വല്ലതും പറഞ്ഞോളാം. ടീച്ചർ അവർ എഴുന്നേറ്റ്, നല്ല കാര്യം. എഴുന്നേറ്റ് മൈക്ക് കൊടുക്കാവോ, ഒരു മൈക്ക് അവർക്ക് കൊടുക്കാവോ? സാറുണ്ട്, സാറിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. അവിടെ ഇരുന്ന് സാർ അവിടെ ഇരുന്ന്, ഇവർ വരട്ടെ. യെസ്, നല്ല ടീച്ചർ. ഉത്തരം പറയാൻ വന്നാണോ? മൈക്ക് വരട്ടെ. 3 പേര് വന്നല്ലേ? മതി, മൈക്ക് കിട്ടിയാൽ മതി. യെസ്, താങ്ക് യു. ടീച്ചറിന്റെ പേരും ഇടവകയും പറഞ്ഞു. എന്റെ പേര് മേരി സെബാസ്റ്റ്യൻ, കലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ചർച്ച് ഇടവകയാണ്. കലൂർ ഇടവകയ്ക്ക് ഒരു കയ്യടി. നല്ല കാര്യം, ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് നല്ല കാര്യം കേട്ടോ. യെസ്, ഗുഡ്. പറ. യേശുവിന്റെ വംശാവലിയെ കുറിച്ച്. ഈശോയുടെ വംശാവലി ഉള്ള സുവിശേഷം മത്തായി ആയതുകൊണ്ട് മത്തായി ആദ്യം വെച്ചു. 4 സുവിശേഷങ്ങളിൽ ഏതൊക്കെ സുവിശേഷങ്ങളിൽ വംശാവലി ഉണ്ട്? മിണ്ടരുത്. ടീച്ചർ ഓർക്കോ ഏത് നേരത്താണോ ഞാൻ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഏതൊക്കെ ഒരു കുഴപ്പമില്ല. ഒരു നമ്മളല്ലേ, നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ ഈഗോ ഒക്കെ പോട്ടെ, നമുക്ക് ലൈറ്റായിട്ട് എടുക്കണം ഈ വിഷയങ്ങളെ, എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഏതൊക്കെയുണ്ട്? ടീച്ചറിന്റെ അറിവിൽ മത്തായിൽ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് മത്തായിലേ ഉള്ളൂ, മറ്റേത് അത്ര പോരാ അല്ലേ? മറ്റേതിന്റെ വംശാവലി അത്ര പോരാ, ഡീറ്റെയിൽഡ് ആയിട്ട് മത്തായിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഗുഡ്, നല്ല കാര്യം. ടീച്ചറിന് ഒരു കൈയ്യടി. ടീച്ചറിന്റെ ഉത്തരം ശരിയാണ്. യെസ്, ഗുഡ്. ഞാൻ ലിൻഡ റാഫേൽ, സേക്രഡ് ഹാർട്ട് ചർച്ച് എടപ്പള്ളി നോർത്ത്. നല്ല കാര്യം, ഒരു കൈയ്യടി എടപ്പള്ളി നോർത്തിന്. ഇനി പറഞ്ഞു. ഞാൻ പറയാൻ പോയ ഉത്തരം ടീച്ചർ പറഞ്ഞത് തന്നെയാണ്, വംശാവലി. ഏതൊക്കെ സുവിശേഷത്തിൽ വംശാവലി ഉണ്ട്? മത്തായിലും ലൂക്കായിലും. ഉത്തരത്തിനൊരു കൈയ്യടി കൊടുത്തേ. മത്തായിലും ലൂക്കായിലും വംശാവലി ഉണ്ട്. മത്തായിലും, നല്ല കാര്യം കേട്ടോ. മത്തായിലും ലൂക്കായിലും ടീച്ചർ പോക്കും. മത്തായിലും ലൂക്കായിലും വംശാവലി ഉണ്ട്. പക്ഷെ മത്തായിൽ വംശാവലി, ലൂക്കാ വംശാവലി വ്യത്യാസം എന്താ? മത്തായിലെ അങ്ങേയറ്റത്ത് ആരാ? മത്തായിയുടെ അങ്ങേയറ്റത്ത് ആരാ? എന്ന് വെച്ചാൽ വംശാവലിയുടെ അങ്ങേയറ്റത്ത് ആരാ? മത്തായിലെ വംശാവലി ഈശോയുടെ അങ്ങേയറ്റത്തെ കാരണവൻ ആരാ? അബ്രാഹാം. ലൂക്കായുടെ വംശാവലി അങ്ങേയറ്റത്തെ കാരണവൻ ആരാ? ആദം. കറക്റ്റ്, ആദം. എന്താ കാര്യം? മത്തായി സുവിശേഷം ആർക്ക് വേണ്ടിയിട്ടാ? യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. യഹൂദരുടെ പിതാവാരാ? അബ്രാഹാം. അപ്പൊ അബ്രാഹത്തിനെ വെച്ചു ബുദ്ധിപൂർവം. ലൂക്കാ സുവിശേഷം ആർക്ക് വേണ്ടിയിട്ടാ? വിജാതീയ ക്രിസ്ത്യാനികൾ. അപ്പോ സാർവത്രിക ക്രിസ്ത്യാനികൾ. എല്ലാ മനുഷ്യരുടെയും പിതാവാരാ? ആദം. അപ്പൊ ആദത്തിനെ വെച്ചാലേ കണക്ട് ആകത്തുള്ളൂ. കിട്ടുന്നുണ്ടോ? ശരിക്കും നമ്മൾ ആ രീതിയിൽ പഠിപ്പിച്ചാൽ എവറിത്തിങ് ഈസ് ക്ലിയർ ഫോർ ദം. നമ്മുടെ കുട്ടികൾ പഠിക്കും, അവർക്ക് ഇഷ്ടപ്പെടും കാര്യങ്ങൾ. നമ്മൾ ട്രഡീഷണൽ പാറ്റേണിൽ ഉപദേശിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ തലയിൽ കയറില്ല. നമ്മൾ അവിടെ തൊട്ട് പഠിക്കാൻ കിടക്കാന്ന് കാണിക്കാൻ ഉദ്ദേശിച്ച് അറിവ് വേണം. അറിവില്ലാതെ നമ്മൾ ഈ വിഷയങ്ങളെ ഉപരിതലത്തിൽ തന്നെയും പിന്നെയും തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കുകയില്ല. അറിവ് ആവശ്യമാണ്. വിശ്വാസത്തിൽ അറിവുണ്ട്. ഹല്ലേലൂയ. മടുത്തോ? ബുദ്ധിമുട്ടായോ? എന്നെ കൊണ്ട് ശല്യമായോ? എനിക്ക് സമയക്കുറവ് നല്ലോണം ഉണ്ട്. മടുത്തോ നിങ്ങൾ? എങ്ങനെ മടുക്കാൻ ആലോചിച്ചു? മടുക്കാൻ ഗ്യാപ്പ് താ മനുഷ്യന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ടേക്ക് അവേ ആയിട്ട് കൊണ്ടുപോകേണ്ട ആശയം ഇതാണ്: അറിവില്ലാതെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. പഠിക്കണം, ഇനിയും കാര്യങ്ങൾ അറിയണം, അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണം. കേവലം ഒരു ഉപരിതലത്തിൽ നിർത്തിയാൽ പോരാ. ഉപരിതലത്തിൽ ഒരു പെരിഫറൽ ലെവലിൽ ഞാൻ കണ്ടു നിങ്ങളുടെ പ്രോഗ്രാംസ്, ഒത്തിരി നല്ല പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉള്ളപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു ആർ എക്വിപ്ഡ് വിത്ത് നോളജ്. അറിവ് നിറച്ചു എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതൊരു കേവല സംഘടനയായി ചുരുങ്ങിപ്പോകും. സഭ ഒരു കേവല സംഘടനയല്ല, ഒരു ചാരിറ്റി അസോസിയേഷൻ അല്ല. ഇന്ന് നമ്മുടെ ഉപവി പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം വരും, ഇതൊരു ചാരിറ്റി അസോസിയേഷൻ ആണോ? ചാരിറ്റി എല്ലാവരും ചെയ്യുന്നില്ലേ, നമ്മൾ മാത്രമല്ലല്ലോ. നമ്മുടെ വ്യത്യാസം എന്താ? നമ്മൾ ആരാധനയുടെ സമൂഹമാണ്, ദൈവ ആരാധനയുടെ സമൂഹമാണ് നമ്മൾ. അതാണ് നമ്മുടെ ഫോക്കസ്. ആ ദൈവ ആരാധനയിലേക്കുള്ള യാത്രയാണ് പഠനത്തിന്റെ യാത്ര. ആരാധനയാണ് അതിന്റെ ആഘോഷം. ആരാധന ജീവിക്കുന്നതാകണം ചാരിറ്റി. ആരാധന ഇല്ലെങ്കിൽ ദൈവത്തെ ഒഴിവാക്കിയിട്ട് നന്മ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകും. ദൈവത്തെ ഒഴിവാക്കി നന്മ ചെയ്യുന്നവരായിട്ട് മാറിപ്പോകരുത്. ദൈവമാണ് സെന്ററിൽ. ദൈവം, അതിന് അറിവുണ്ടാകണം. കിട്ടിയോ? ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെയായിരുന്നു മാർപ്പാപ്പയുടെ ആർട്ടിക്കിളിന്റെ പേരെന്തായിരുന്നു? പെന്തക്കോസ്തുകാരന്റെ പുറകെ പോയ എല്ലാവരും. തിരിച്ചു പോവാ പറ. അതിന്റെ പേരെന്തായിരുന്നു? അതിന്റെ ലാറ്റിനി പേരെന്തായിരുന്നു? സാക്രമെന്തും കാരിത്താത്തിസ്. അതിന്റെ മലയാളം എന്തായിരുന്നു? സ്നേഹത്തിന്റെ. എന്നിട്ട് ഞാൻ പറഞ്ഞു
ഈ പരിശുദ്ധ കുർബാനയ്ക്ക് 3 ഡയമെൻഷൻ ഉണ്ടെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കാറ്റഗിസത്തിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ എന്താണെന്ന് പറഞ്ഞത്? ഒരുമിച്ച് എല്ലാവരും കൂടെ, മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, വിശ്വസിക്കേണ്ട രഹസ്യം. വിശ്വാസത്തിൽ 2 തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ 2 തലങ്ങൾ? വിശ്വാസത്തിന്റെ തലങ്ങൾ ഏതൊക്കെയാ? അറിവുണ്ടാകണം, അനുഭവം ഉണ്ടാകണം. അറിവും അനുഭവം ഉണ്ടാകണം. രണ്ടാമത്തെ എന്താണ്? മിസ്റ്ററി ടു ബി എക്സാക്ട്ലി. അതായത് ഈ നിങ്ങൾക്ക് ഞങ്ങൾ കുറേ കളിക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ, സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഇത് ആഘോഷിക്കണം എന്നുള്ളതിന് ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് അടിയും ബഹളവും ഒക്കെ ആണല്ലോ, ശരിയാകുന്നില്ല, അതുകൊണ്ട് പരിഹാരം. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ശ്രദ്ധിക്ക്, നിങ്ങൾ വലിയ സഭയായതുകൊണ്ട് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് വലിയ അടിക്കുള്ള സാധ്യതയില്ല. പക്ഷെ എന്നാലും ശ്രദ്ധിക്കേണ്ടത്, പ്രബോധനം കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ മിസ്ഗൈഡഡ് ആകും. ഞാൻ ഉദാഹരണം പറയാം, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ആഘോഷം അറിഞ്ഞാണോ ആഘോഷിക്കുന്നത്? അതാണ് ചോദ്യം. അറിഞ്ഞാണോ ആഘോഷിക്കുന്നത്? ഇപ്പോൾ ടീച്ചറെ, അച്ഛൻ പരിശുദ്ധ കുർബാനയ്ക്ക് സ്വർണ്ണ ഉടുപ്പിടുന്നതിൻ്റെ അർത്ഥം എന്താ? ഇടയ്ക്ക് ഗോൾഡ് ഇടത്തില്ലേ? ഗോൾഡിന്റെ അർത്ഥം എന്താ? ആഘോഷം. വൈറ്റിന്റെ അർത്ഥം എന്താ? ഗ്രീനിന്റെ അർത്ഥം എന്താ? ബ്രെഡ്. അറിയാം. ടെൻഷൻ അടിക്കരുത്, പഠിപ്പിക്കണം. ഉദാഹരണത്തിന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഈ വീഞ്ഞിനകത്ത് കാസയിലേക്ക് വീഞ്ഞൊഴിച്ചിട്ട് വെള്ളം ഒഴിക്കും, വെള്ളം കലർത്തും. ആ വെള്ളം കലർത്തുന്നതിന് 3-4 അർത്ഥങ്ങളുണ്ട്. ആ ഡ്രോപ്പ് ഓഫ് വാട്ടറിന് 3-4 അർത്ഥങ്ങളുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്കറിയാവോ? ആഘോഷം അറിഞ്ഞാഘോഷത്തിലുള്ള കുഴപ്പം എന്നറിയാവോ? ശ്രദ്ധിച്ചിരിക്കണേ. അറിഞ്ഞാഘോഷത്തിലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ ആഘോഷം ബോറടിയാകും. ആ ബോറടി മാറ്റാൻ നമ്മൾ പരിഹാരം കൊണ്ടുവരുന്നത് എന്താ? ഇത് പെട്ടെന്ന് തീർക്കാൻ തുടങ്ങും. പെട്ടെന്ന് തീർത്തിട്ട് ആള് കയറുമായിരുന്നെങ്കിൽ യൂറോപ്യൻ ചർച്ചിൽ ഇന്നും ആള് കണ്ടേനെ. എന്താ വെള്ളക്കാരുടെ അവിടെ പള്ളികളിൽ ആളില്ലാത്ത? എന്താ കുട്ടികളെ പള്ളിയിൽ കാണാനില്ലാത്ത? എന്താ യൂത്തിനെ കാണാനില്ലാത്ത? അപ്പൊ അതിന്റെ അർത്ഥം, ഇത് ചെറുതാക്കി അല്ല ആളെ കയറ്റേണ്ടത്. ചെറുതാക്കി കയറുന്ന ആൾക്കാരെ നമ്മൾ അധികം വില കൊടുക്കണ്ട. അങ്ങനെ ആളെ കയറ്റാൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അറിഞ്ഞർപ്പിക്കുന്നവരെയാണ് വേണ്ടത്. ഈശോ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ കേട്ടിരുന്നവരുടെ ആദ്യത്തെ റെസ്പോൺസ് എന്നറിയാമോ? ഇത് അഗ്രാഹ്യമാണ്, ഇതാർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇന്ന് നമ്മൾ പറയുന്ന പരാതിയാണ്, കുർബാനയ്ക്ക് നീളം കൂടുതലാണ്, കുർബാന മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞവരുടെ മുൻ തലമുറ അന്നേ ഉണ്ടായിരുന്നു. അന്ന് അവർ പറഞ്ഞു ഇത് അഗ്രാഹ്യമാണ്, മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളെങ്ങാനും ആയിരുന്നെങ്കിൽ ഉടനെ പറഞ്ഞേനെ, മക്കളെ എടാ പേടിക്കണ്ട, ഞാൻ അല്പം കട്ടിയായിട്ട് പറഞ്ഞ് നമ്മൾ സിമ്പിൾ ആക്കി തരാം, ഇവിടെ ഇരിക്കെ പോകാതെ എന്ന് പറയും. പക്ഷെ ഈശോ എന്ന് പറഞ്ഞത്, നിങ്ങൾക്കും പോണോടാ, പൊക്കോ. ബാക്കിയുള്ളവന്മാരോട് ചോദിച്ചത്, നിങ്ങൾക്കും പോണോ, പൊക്കോ. അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് എനിക്ക് ആളെ വേണ്ടെന്ന്, ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് ഇത് ചെറുതാക്കിയിട്ട് ഇതിന്റെ വാല്യൂ കുറച്ചിട്ട് ഇതിന് പ്രാധാന്യം കൊടുക്കാതെ എനിക്ക് ഈ പള്ളിക്കകത്ത് ആളെ വേണ്ട. അങ്ങനെ കൂടുന്ന ആൾക്കൂട്ടത്തിൽ വിശ്വസിക്കരുത്. ആ ആൾക്കൂട്ടം യൂട്ടിലിറ്റേറിയൻ ആണ്, പ്രാഗ്മാറ്റിക് ആണ്, അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം വരുന്നതാണ്. ദൈവസ്നേഹമാണ് ആരാധനയുടെ ആധാരം. അതുകൊണ്ട് പഠിപ്പീര് നടക്കണം, പഠിപ്പിച്ചത് ആഘോഷിക്കണം. അപ്പോൾ കുർബാനയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് അറിവുണ്ടാകണം, സഭയെക്കുറിച്ച് അറിവുണ്ടാകണം, ഇതിന് പ്രബോധനം കൊടുക്കണം, ആ പ്രബോധനം സെലിബ്രേറ്റ് ചെയ്യണം. മൂന്നാമത് എന്ത് ചെയ്യണം? ഇത് ആഘോഷിച്ചത് പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. ആഘോഷിച്ചത് പുറത്തിറങ്ങിയിട്ട്, ഇനി ശ്രദ്ധിച്ചിരിക്കണേ, ആഘോഷിച്ചത് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ഓർഡർ കിട്ടിയോ? ആദ്യം എന്ത് ചെയ്യണം? ക്ലാസ് മുറിയിൽ വിശ്വാസം അറിവായും അനുഭവമായും പകർന്നു കൊടുത്തിട്ട് എവിടെ കയറണം? പള്ളി കയറി അവര് ഇത് ഓർഡർ അല്ല ഞാൻ പറയുന്നത്. ആദ്യം സൺഡേ സ്കൂൾ കാറ്റഗിസം ആദ്യം വേണമെന്ന്, പിന്നെ കുർബാന വേണമെന്നല്ല ഇതിന്റെ അർത്ഥം. അതിന്റെ ഓർഡർ ആദ്യം വിശ്വാസം നിറഞ്ഞിട്ട് എന്ത് ചെയ്യണം? പള്ളി കയറി ആ വിശ്വാസം ആഘോഷിക്കണം. എന്നിട്ട് പള്ളിയുടെ പുറത്തിറങ്ങി എന്ത് ചെയ്യണം? ആഘോഷിച്ച വിശ്വാസം എന്ത് ചെയ്യണം? ഇനി വേഗം പറഞ്ഞേ, പള്ളിക്കകത്ത് ആള് കയറാത്തതിന്റെ ഒരു കാരണം പറയാവോ? ഈ ഓർഡർ വെച്ച് പറഞ്ഞേ, പള്ളിക്കകത്ത് ആള് കയറാത്തതിന്റെ ഒരു കാരണം പറയാവോ? പള്ളിക്കകത്ത് ആള് കയറാത്തതിന്റെ പല കാരണങ്ങളിൽ ഒരു കാരണം, പള്ളിക്കകത്ത് ഇത് ആഘോഷിച്ചവര് പള്ളിക്ക് പുറത്തിറങ്ങി ഇത് ജീവിക്കുന്നില്ല. പള്ളിക്കകത്ത് ഇത് ആഘോഷിച്ചവര് പള്ളിക്ക് പുറത്തിറങ്ങി ഇത് ജീവിക്കാതെ വന്നപ്പോ ജനം ചിന്തിച്ചു, പിന്നെ എന്തിനാണ് ഈ ആഘോഷം? ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യട്ടെ, കാറ്റഗിസം ടീച്ചേഴ്സ്, നിങ്ങൾ പറഞ്ഞേ, വാട്ട് മേക്സ് യു ഡിഫറെന്റ് ഫ്രം അതർ റിലീജിയൻസ്? ഒരു ഹിന്ദുവിൽ നിന്ന്, ഒരു ഇസ്ലാമിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ക്വാളിറ്റി ഓഫ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞേ. ക്വാളിറ്റി ഓഫ് ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞേ.
നിങ്ങളുടെ സമീപത്തുള്ള ഒരു ഹൈന്ദവ സഹോദരനിൽ നിന്ന്, ഒരു ഇസ്ലാം സഹോദരിയിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ജീവിതത്തിന്റെ നിലവാരത്തിന്റെ ഒരു കാര്യം പറഞ്ഞു. ഏതാ? മാമൂസ സ്വീകരിച്ചത് അത് സ്പിരിച്വൽ ക്വാളിറ്റി അല്ലേ? ഡേ ടു ഡേ ലൈഫിന്റെ ക്വാളിറ്റി പറ. ഡേ ടു ഡേ ലൈഫിന്റെ ക്വാളിറ്റി പറ. കുംഭസാരം സ്പിരിച്വൽ ക്വാളിറ്റി അല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റു പറയാനുള്ള ഒരു ക്വാളിറ്റി പറ. നിങ്ങളെ കാണുന്നവർ കാണുന്ന ഒരു ക്വാളിറ്റി. അത് കുറച്ചുകൂടെ കൃത്യം ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നേ. അത് ജനറൽ ടേമ, പെരുമാറ്റം ജനറൽ ടേമ. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞേ. വിശ്വാസം. ഞാൻ പറയട്ടെ, ഇരുന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ട്രാക്കിലായി. സിമ്പിളായിട്ട് ചോദിക്കാം. എൻ്റെ വായിന്ന് ഒരു കെട്ട വാക്ക് വീഴൂല. എൻ്റെ വായിന്ന് ഒരു മോശം വാക്ക് വീഴില്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റുന്നിടത്താണ് നിങ്ങൾ അർപ്പിച്ച കുർബാനയുടെ ക്വാളിറ്റി നിങ്ങളുടെ മക്കളോ ചുറ്റുമുള്ളവരോ കാണുന്നത്. അതായത് നിങ്ങളൊരു അപ്പനോ അമ്മയാണ്, തിരിച്ച് രണ്ടെണ്ണം പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, പക്ഷെ നിങ്ങളുടെ വായിൽ നിന്നൊന്നും വീഴുന്നില്ല. അപ്പൊ കൊച്ചുങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കും, അമ്മേ അപ്പ അതെന്താ ഒന്നും പറയാഞ്ഞേ? അപ്പ പറയുന്നു, ഞാൻ അർപ്പിച്ച കുർബാന, ഞാൻ സ്വീകരിച്ച കുർബാന എന്നെ നിർബന്ധിക്കുന്നു ഒന്നും പറയാതെ വിടാം. അപ്പം അതെന്തായി? ക്വാളിറ്റി ആയിട്ട് മാറി. ക്വാളിറ്റി ആയിട്ട് മാറി. നിങ്ങളുടെ കൊച്ചുങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ക്വാളിറ്റി കണ്ടിട്ടുണ്ടായിരിക്കും? അതാണ് നിങ്ങൾ ഇനി പരിശോധിക്കേണ്ടത്. സൺഡേ സ്കൂൾ അധ്യാപിക ക്ലാസ് മുറിയിൽ ടെക്സ്റ്റ് എങ്ങനെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ എങ്ങനെ ക്വാളിറ്റി ഓഫ് ക്രിസ്ത്യൻ ലൈഫ് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ക്വാളിറ്റി ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും സിമ്പിളാ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിങ്ങളൊക്കെ കാറിലും ബൈക്കിലും വന്നു. ഇപ്പോൾ ട്രാഫിക് റൂൾ വൈലേറ്റ് ചെയ്യില്ല, ഞാൻ ഒരു ക്രിസ്ത്യാനി ട്രാഫിക് റൂൾ വൈലേറ്റ് ചെയ്യില്ല എന്ന് പറയാനെങ്കിൽ നമുക്ക് പറ്റുമോ? ക്രിസ്ത്യാനി കുമ്പസാരവും കുർബാനയും പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പൊതുജനത്തിന് തോന്നുവോ ക്രിസ്ത്യാനി ട്രാഫിക് റൂൾ, അവൻ ക്രിസ്ത്യാനിയാ, ട്രാഫിക് റൂള് വൈലേറ്റ് ചെയ്യില്ല? ഇറ്റ് മേക്ക് സെൻസ്. അവൻ അർപ്പിക്കുന്ന കുർബാന റോഡിൽ മര്യാദയോടെ പെരുമാറാൻ അവനെ നിർബന്ധിക്കുന്നു. അപ്പൊ അവർക്ക് തോന്നും, അപ്പൊ ഈ കുർബാന കൊള്ളാലോ, അപ്പൊ ഈ കുർബാനയ്ക്ക് ശക്തി ഉണ്ടല്ലോ. നമ്മൾ ഇതിന്റെ സ്പിരിച്വൽ ശക്തികളെ കുറിച്ച് മാത്രം പറയുകയും എന്നാൽ അർപ്പിച്ചവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒന്നും കാണാതെ വരികയും ചെയ്യുമ്പോൾ ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യും കുഞ്ഞുങ്ങൾക്ക്. ഇരട്ടത്താപ്പ് ഫീൽ ചെയ്യും. കുശുമ്പും കുന്നായ്മയും മാറിയോ ഇത്രയും കാലമായിട്ട്? ദ്രോഹിച്ചവരോട് ക്ഷമിച്ചോ? പിന്നെന്താ? പിന്നെ എവിടെയാ കുർബാനയുടെ ക്വാളിറ്റി? നിങ്ങളെ മുറിവേൽപ്പിച്ചവരോട് പോട്ടെന്ന് വെക്കാൻ പറ്റിയോ ഇത്രയും കാലത്തിനിടയ്ക്ക്? ഇല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ക്വാളിറ്റി എവിടെ? നിങ്ങളുടെ അവിടെ വെളിപ്പെട്ടിരിക്കുന്ന ആ ക്വാളിറ്റി കിട്ടിയോ ഈ പറഞ്ഞത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈസ് ദാറ്റ് ക്ലിയർ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അച്ഛാ ഒരു ബ്രേക്കോ വല്ലതും വേണോ അതോ നമ്മൾ തീർക്കാം? എത്ര മണിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത്? 12:30യോ? 12:15? പ്രിയമുള്ളവരെ, നിങ്ങൾ നല്ല ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് ഞാനും അങ്ങ് ആസ്വദിച്ച് പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് മുഴുവൻ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. സമയം തീർന്നു. 10 മിനിറ്റും കൂടെ ഉള്ളൂ. 10 മിനിറ്റ് ഞാൻ അച്ഛനോട് കടം ചോദിച്ചതാണ്. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് നിങ്ങളുടെ മനസ്സിൽ കിടക്കാനാണ്. അത് ഞാൻ പറഞ്ഞ് തീർക്കുന്നില്ല. നിങ്ങൾ കുറിച്ചിട്ടോ, നിങ്ങളത് പിന്നീടാണല്ലോ എടുത്തൊന്ന് വായിക്കണം. എന്നറിയാമോ? നിങ്ങൾ ഇന്ന് കുട്ടികളെ കാണുമ്പോൾ വളരെ അലിവോടെ അവരെ കാണണം. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കേ. നിങ്ങൾ അവരെ എടിപിടി നന്നാക്കാൻ നോക്കരുത്. ലോകത്താരും ഒരാൾ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ നന്നായിട്ടില്ല. അതൊന്നും മനസ്സിലാക്കുക. ഒരാൾ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ മറ്റൊരാൾ നന്നായ ചരിത്രമില്ല. നന്നായതുപോലെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. അവരഭിനയിച്ചതാ. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്വയറ്റ് ആക്ടിങ് ആണ്. ആർക്കെങ്കിലും ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ അത് ആരെങ്കിലും സ്നേഹിച്ചതിൻ്റെ പേരിലേ ഉള്ളൂ. സ്നേഹിച്ചതിൻ്റെ പേരിലേ മനുഷ്യന് മാറ്റം വരും. ദേഷ്യപ്പെട്ട് നിങ്ങൾക്ക് ആരും നന്നാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മുമ്പിലുള്ള കാലത്ത് അവർ നന്നായതുപോലെ അഭിനയിക്കും. നിങ്ങൾക്ക് വേണ്ടത് അഭിനയമാണോ? നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്യൂഡോ ഡിസിപ്ലിൻ ആണോ? കുട്ടികൾ വരയിൽ നിൽക്കുന്ന, ബലം പിടിച്ച് കൈകുപ്പി നിൽക്കുന്ന ആ സ്യൂഡോ ഡിസിപ്ലിൻ ആണോ വേണ്ടത്? അതോ അവരുടെ ഹൃദയത്തെ, ആത്മാവിനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടൂൾ സ്നേഹത്തിൻ്റെയാണ്, കാർക്കശ്യത്തിൻ്റെ അല്ല. സ്നേഹത്തിൻ്റെ ടൂൾസ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്തേക്കണം. പിന്നെ വലിയ അലിവ് കാണിക്കേണ്ടത്, നിങ്ങളൊന്നും ജീവിച്ച ബാല്യമോ കൗമാരമോ അല്ല ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. നമ്മൾ ആരും ജീവിച്ചതല്ല. 3 പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. അത് മാത്രമേ എഴുതിപ്പിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇടവകെ ചർച്ച ചെയ്യുകയോ, നിങ്ങളോട് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. ഈ കുഞ്ഞുങ്ങളെ ഞാൻ യൂത്തിൻ്റെയും കുട്ടികളുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ എന്നെ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഒത്തിരി കേൾക്കുകയും അലിവോട് അവരുടെ കൂടെ ഇരിക്കുകയും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാകും, ഒന്നാമത്തത് ആ വാക്കുകൾ അങ്ങനെ തന്നെ പറയാം. ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആണ് ഈ കുഞ്ഞുങ്ങൾ. ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്.
ശരി, ഇതുങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം കൂടി ഇവരെ എല്ലാം ഡിസ്ട്രാക്ട് ആക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് 10 മിനിറ്റ് അടങ്ങി നിൽക്കാൻ പറ്റാത്തത് അവർ ചീത്ത പിള്ളേരായിട്ടല്ല, അത് അവരുടെ വയ്യാഴികയാണ്. അങ്ങനെ മനസ്സിലാക്കിക്കുക. അവർ സിക്കാണ്, അവർ രോഗികളാണ്. ദേ ആർ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ് ആണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ നിന്നു. നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എവിടെ മൊബൈൽ കണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എവിടെ ഇത്രയും സമയം സ്ക്രീൻ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? വി വെർ ഫോക്കസ്ഡ്. നമുക്ക് ചെതറിപ്പോകാൻ ഒത്തിരി കാര്യങ്ങളില്ലായിരുന്നു. ഈ കുട്ടികൾ ഡിജിറ്റലി ഡിസ്ട്രാക്റ്റഡ്. അവർ കണ്ടതും കേട്ടതും അവരെ വല്ലാണ്ട് ചെതറിച്ച് കളയുന്നുണ്ട്. അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് കൂടുതൽ അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല. അത് അലിവോട് അവരെ പിടിച്ചിട്ടിരുത്തരുത്. അപ്പോൾ അതിന് അവർക്ക് പറ്റുന്ന രീതികളെ കണ്ടെത്തണം. എങ്ങനെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, എങ്ങനെയാണ് അവരെ ചേർത്ത് പിടിക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ ഇന്നത്തെ കുട്ടികളുടെ പ്രത്യേകത, ദേ ആർ ഡിജിറ്റലി ഡിസ്ട്രാക്ട്. ആ വാക്ക് പറഞ്ഞ എന്താണ് അവരുടെ പ്രത്യേകത? ഡിജിറ്റലി ഡിസ്ട്രാക്ട്. രണ്ടാമത്തത്, അതൊക്കെ നമ്മൾ ഇന്ന് പോലും ചിന്തിക്കാത്ത സാധനം, അടുത്ത വാക്ക് ഐഡന്റിറ്റി ക്രൈസിസ്. ഐഡന്റിറ്റി നമുക്കിതുവരെ അറിയത്തില്ല എന്താണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ചിന്തിക്കുകയാണേ, ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, ആർക്കാണ് എന്നെ ആവശ്യം, ഞാൻ ജീവിച്ചാൽ എന്താ, ചത്താൽ എന്താ. അതിൻ്റെ പേരാണ് ഐഡന്റിറ്റി. സ്വത്വ സംഘർഷം എന്ന് പറയും മലയാളത്തിൽ. നല്ല വാക്ക് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ എന്തിനിവിടെ ആവശ്യം, ഞാൻ എന്തിന് നമ്മൾ നന്നായിട്ട് ജീവിക്കടാ. അവൻ ചോദിക്കാൻ എന്തിനു നന്നായിട്ട് ജീവിക്കണം, ആരെ ബോധിപ്പിക്കാൻ നന്നായിട്ട് ജീവിക്കേണ്ടത്. അത് അവൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അത് അവനൊരു ടെൻഷനിലൂടെ കടന്നു പോവുകയാണ്. അലിവോടെ കൂടെ ഇരിക്കുക അവൻ്റെ കൂടെ. സമയമെടുക്കുക. ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ക്ഷമയാണ്, പേഷ്യൻസ്. ക്ഷമയോടെ കൂടെ ഇരിക്കുക. ഐഡന്റിറ്റി ക്രൈസിസ്. മൂന്നാമത്തത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സാധനമാണ്. മൂന്നാമത്തത്, മെനി ഓഫ് ദം ആർ കമ്മിങ് ഫ്രം ബ്രോക്കൺ ഫാമിലീസ്. ഇത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടേതുപോലെ അത്ര നല്ല കുടുംബങ്ങളിൽ നിന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വരുന്നത്. അവർ പലരും വരുന്നത് അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ട് മടുത്തിട്ടായിരിക്കും. സമാധാനം അനുഭവിക്കാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ചെറുപ്പത്തിലെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ മുറിവേറ്റ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എപ്പോഴും പറയും, നിങ്ങളെടുക്കുന്ന ക്ലാസ്സിൽ ഒരു പയ്യൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബഹളം വെക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, മറ്റെന്തോ അവനെ വലയ്ക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ മനസ്സിലാക്കിക്കേ. അതായത് ഈ ക്ലാസ്സിൽ ഇത്ര ഉഴപ്പേണ്ട കാര്യമില്ല, അവൻ ഭയങ്കര ഉഴപ്പ്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കണം? നിങ്ങൾ ഉടനെ അവൻ്റെ നേരെ ദേഷ്യപ്പെടുകയല്ല. നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, അവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്, എന്തിലൂടെയോ അവൻ കടന്നു പോകുന്നുണ്ട്. അപ്പം അവനോട് സ്നേഹം കൂട്ടുക വേണ്ടത്, അവനോട് സഹതാപം, അലിവ് കൂട്ടുക വേണ്ടത്. നിങ്ങളതിനകത്ത് ഏറ്റവും നന്നായിട്ട് എടുക്കേണ്ട എല്ലാത്തിനും മോഡൽ ഈശോ തന്നെ. ഈശോ ഇവരോട് പറഞ്ഞേൽപ്പിച്ചു. എന്ത് പറഞ്ഞേൽപ്പിച്ചു? ജെറുസലേം, ഇന്നലത്തെ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ജെറുസലേമിൽ തന്നെ വസിക്കണം. കാരണം എന്താ? ആത്മാവ് വരും. അപ്പൊ ഇവന്മാർ രണ്ടുപേരും എന്ത് ചെയ്തു? എമ്മാവൂസിലേക്ക് പോയി. നമ്മൾ വല്ലതും ആയിരുന്നെങ്കിൽ ആ പോകുന്ന വഴിക്ക് പേരയും വെട്ടിക്കൊണ്ടല്ലേ പോകത്തുള്ളൂ, ഒരു വടിയും കൊണ്ടല്ലേ പോകുന്നേ. കണ്ട പാട് 2 എണ്ണം പിടയ്ക്കും, തിരിച്ചു കയറാന്ന് പറയും. അതിൽ നമ്മുടെ മെത്തേഡ്. ഈശോ എന്താ ചെയ്തേ? അവര് പോകുന്ന വഴി അനുസരണക്കേടിന്റെ വഴിയാ. എമ്മാവൂസ് അത്ര നല്ല സ്ഥലമല്ല. കാരണം ജെറുസലേമിൽ നിൽക്കേണ്ടവൻ എമ്മാവൂസിലേക്ക് പോകുന്നു. ഈശോ എന്താ ചെയ്യുന്നേ? പോകുന്ന വഴിയെ കൂടെ നടന്നു. അവനെ കേട്ടു. എന്താടാ സങ്കടം? അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒടുക്കം അവൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പം അവൻ തിരിച്ച് ജെറുസലേമിലോട്ട് പോകുന്നു. ഈശോയുടെ ആഗ്രഹവാദമുള്ള ജെറുസലേമിൽ കയറ്റണം, അവനെ തിരിച്ചു കയറ്റാൻ ഈശോ ചെയ്തത് ആദ്യം അവൻ്റെ കൂടെ നടന്നു, അവനെ കേട്ടു, അവൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചു. അത്രയും മതിയായിരുന്നു അവന്. അത്രയും കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു കയറിയില്ലേ? നമുക്ക് എന്തിനാ എടിപിടിന്ന് കയറ്റുന്ന? അത്യാവശ്യം എന്താ? എടിപിടിന്ന് കയറ്റിട്ട് പലരും തിരിച്ച് കയറുന്നില്ല. ആ അടിക്കനുസരിച്ച് അവന്മാർ പല വഴി ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാ ഈ കിടന്ന് കാണിക്കുന്ന അത്രയും ശാഠ്യവും കാർക്കശ്യവും? കൂടെ നടക്കുക, അവരുടെ കൂടെ. ഈശോയുടെ മെത്തേഡ് എടുക്കുക. കൂടെ നടക്കുക, കൂടെ ഇരിക്കുക, കേൾക്ക്. അപ്പോൾ തിരിച്ചു കയറിക്കോളൂ. ആ 3 സാഹചര്യങ്ങൾ ഇന്നുണ്ടെന്ന് ഓർത്തേക്കണം. കിട്ടിയോ? അപ്പോൾ അപ്പുറത്ത് നമ്മൾ ഒരുങ്ങേണ്ട 3 മെത്തേഡ് പറഞ്ഞു. ഇനി കുട്ടികളെ ശ്രദ്ധിക്കേണ്ട 3 രീതികൾ പറഞ്ഞു. അതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പ്രാർത്ഥിച്ചാലോ? ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ റെഡിയാണോ? ഒരു ചെറിയ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. നമ്മുടെയൊക്കെ ജീവിതമേ, നമ്മുടെയൊക്കെ ഒരുമാതിരി കഴുത ജന്മങ്ങളാണേ. നന്ദിയൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. അത് നിങ്ങളെക്കാൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് നിങ്ങൾ ഇവിടെ നന്ദി കിട്ടുന്നുണ്ട്, എവിടെ നിന്ന് തട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീതം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓർത്തേക്കരുത്, ഇത്ര വലിയ ശുശ്രൂഷ ഞങ്ങളെ ആരും മാനിക്കുന്നില്ലോ. ഒരു മാനിക്കലും വേണ്ടെന്നേ. എന്തിനാ അത് മാനിച്ചിട്ട്? ഇവിടുന്ന് എങ്ങാനും മാനിച്ച പോയില്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കേ. ഇവിടുന്ന് എങ്ങാനും റിവാർഡ് കിട്ടിയ പോയില്ലേ? പിന്നെ അങ്ങോട്ട് എന്താ ഉള്ള ഇൻവെസ്റ്റ്മെന്റ്? ഇവിടെ കിട്ടാതെ പോകുന്ന അഭിനന്ദനങ്ങളും ഇവിടെ കിട്ടാതെ പോകുന്ന നല്ല വാക്കുമാണ് സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ. ഓർത്തേക്ക്. ലോകത്തിന്റെ മുൻപിൽ ഞാൻ ചെറുതായി പോയാലും സാരമില്ലപ്പാ, നിന്റെ മുമ്പിൽ ചെറുതായി പോകാതിരുന്നാ മതി. ലോകത്തിന്റെ മുമ്പിൽ ചെറുതായി പോയാലും സാരമില്ല,
നിന്റെ മുമ്പിൽ ചെറുതായി പോകാതിരുന്നാൽ മതി. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ്റെ നിഴലാക്കണം. അതൊക്കെ ഒന്ന് മനസ്സിൽ പതിച്ചേ. എന്നെ നിന്റെ കുരിശോട് ചേർത്ത് പിടിക്കണം. എന്നെ ആരാക്കണം? നിന്റെ സ്നേഹത്തിൻ്റെ മേക്ക് മീ എ ഷാഡോ ഓഫ് യുവർ ലവ്. നിന്റെ സ്നേഹത്തിൻ്റെ നിഴല്. ഞാൻ നടക്കുന്ന വഴികളിൽ ആളുകൾ സ്നേഹത്തിൻ്റെ നിഴല് കാണട്ടെ, കുരിശിൻ്റെ നിഴല് കാണട്ടെ. അങ്ങനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. നിവർന്നിരുന്നേ, കണ്ണുകളടച്ചേ. ഈ ശുശ്രൂഷ ചെയ്യുന്നത് വഴി ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഓർത്തേ. അത് ഓർക്കണമല്ലോ. ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ശുശ്രൂഷയിലൂടെ ഉണ്ടായ മുറിവുകൾ ഓർത്തേ. ഇപ്പോൾ നല്ല സാരിയും നല്ല വേഷവും ഒക്കെ ധരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു കയ്പ് നീരാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആ കയ്പ് നീരിൻ്റെ ഒരു നല്ല പങ്ക്, ആ പാനപാത്രത്തിൻ്റെ ഒരു നല്ല പങ്ക് കുടിക്കുന്നവരാണ് ഞങ്ങളും. ഇവിടെ നിന്ദനമുണ്ട്, അപമാനമുണ്ട്, സങ്കടമുണ്ട്. പേടിക്കരുത്, മനസ്സുമെടുത്ത് പോകരുത്. വികാരി അച്ഛന്മാർ തന്നെ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ നിങ്ങളോട് നന്ദികേട് കാണിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ മാതാപിതാക്കൾ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടായിരിക്കും, കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സാരമില്ല, ചെറുതാകാം. നമുക്ക് ചെറുതായി ശുശ്രൂഷ ചെയ്യാം. ലോകത്തിന്റെ മുമ്പിൽ ചെറുതായി പോയാലും സാരമില്ല ഈശോയെ, നിന്റെ മുമ്പിൽ ചെറുതാകാതിരുന്നാൽ മതിയേ. ലോകത്തിൻ മുൻപിൽ ഞാൻ ഒന്നുമില്ലാത്തൊരു എളിയവനാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസനം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ മുൻപിൽ ഞാൻ ഒന്നുമില്ലാത്തൊരു എളിയവനാകുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. 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 പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥ്യത്തിനായി ശുശ്രൂഷയെ, നമ്മുടെ ഇടവകയെ, വികാരി അച്ഛന്മാരെ, അഭിവന്യ പിതാവിനെ, സഭ മുഴുവനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സ്നേഹമുള്ളവരെ, എനിക്കറിയാം ജിസനച്ചൻ്റെ ഈ ഒരു ധ്യാനം അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തൃപ്തിയായിട്ടില്ല അല്ലേ? ഇതൊരു ദിവസം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം വളരെ കുറച്ച് സമയം നമുക്ക് ലഭിച്ചുള്ളൂ. ജിസനച്ചൻ്റെ പക്ഷെ നല്ല ടോക്കുകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം പെന്തക്കോസ്ത ഒരുക്കത്തിൻ്റെ ധ്യാനങ്ങളെല്ലാം അച്ഛൻ്റെ കേൾക്കുന്നുണ്ട്. ഒരു 6 മാസത്തിന് മുമ്പാണ് ഞാൻ അച്ഛനെ ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല. മെസ്സേജ് അയച്ചു, ഓക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു വലിയ മുറിവല്ല, എന്നാലും എനിക്ക് ടെൻഷനായിരുന്നു അച്ഛൻ വരുമോ. കാരണം അച്ഛന് ഒത്തിരിയേറെ സ്ഥലം തിരക്കായിരുന്നു. കാനഡയിലായിരുന്നു അച്ഛൻ. പലപ്പോഴും വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ തിരക്കുള്ള സമയം. നമുക്കറിയാം ഒരേ സമയത്ത് തന്നെ 3-4 ശുശ്രൂഷകളാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ഒരു സന്തോഷം തോന്നുന്നു. നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യം, ബോധ്യം, അത് ഇന്ന് അച്ഛൻ പറഞ്ഞു തന്നു. എന്താണത്? അനുഭവം മാത്രമല്ല, അറിവ് കൂടി വേണം വിശ്വാസ പരിശീലനത്തിന്. പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും ഒത്തിരി അനുഭവമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ പല വികാരിച്ചന്മാർ നമ്മുടെ നല്ല ജീവിതം കണ്ടാണ്
നമ്മെ തിരഞ്ഞെടുത്തത്, ശരിയല്ലേ? പക്ഷേ നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ട അറിവ് കൂടി വേണം. ഇവിടെ പല ടീച്ചർമാർക്കുമുള്ള ഉത്തരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തിനാണ് ഈ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നത്, എന്തിനാണ് ഈ സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അച്ഛൻ ഇന്ന് പറഞ്ഞു തന്നതാണ്. എൻ്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു, കർത്താവേ നിങ്ങൾക്ക് വേണ്ട ഒരു ബോധ്യം അത് അച്ഛൻ പറഞ്ഞു തരണമേ എന്നാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മയെല്ലാം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും നല്ല ബോധ്യങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ജിസൻ അച്ഛൻ കടന്നു വന്ന് നമുക്ക് നല്ല സന്ദേശം നൽകി. വരാപ്പുഴ അതിരൂപതയുടെ അഭിനന്ദ പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് എന്നെ വിളിച്ചുകൊണ്ട്, എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, പിതാവ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആന്റണി വാലിക്ക് പിതാവ് വിളിച്ചിട്ടുണ്ട്, സോജനച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ പേരിൽ, വിശ്വാസ പരിശീലന അധ്യാപകരുടെ പേരിൽ അച്ഛ ഒത്തിരി സ്നേഹത്തോടുകൂടെ കൈയടിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇനിയും അച്ഛനെ പിന്നീട് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം ലഭിക്കുകയാണെങ്കിൽ അച്ഛനെ ഇനി നാം വിളിക്കുന്നതായിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ ജിസൻ അച്ഛന് നന്ദി പറയുന്നു.